എന്തുകൊണ്ടോ മരിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓൻ ആരോ ചതിച്ചതാണ്. ഓനെ കൊന്നത് കൊന്നതാണ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ പറയണത്. ആ നിങ്ങൾ അറിയണ അബു ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല. ആത്മഹത്യ ഒരിക്കലും ചെയ്യൂല. കാരണം അതിൻ്റെ സാഹചര്യം ഓനില്ല. ഇല്ല, കാരണം ഓനെല്ലാം കൊണ്ടും ആ ഓക്കെയാണ് അല്ലേ, ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ബന്ധങ്ങളുണ്ട്. ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ള വാർത്ത ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ഇപ്പം ഞങ്ങളൊക്കെ അത് വന്ന ഉടനെ ആദ്യം പരക്കുന്ന വാർത്ത അതാണല്ലോ. ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ ഓൻ്റെ കൂട്ടുകാർ പോയി ആരാണ് ഓനെ കൊലപ്പെടുത്തിയത് അവർ പ്രചരിപ്പിച്ചതാണ്. ഉം, ഉം. ആ കൊലപ്പെടുത്തിയവർ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത്. ആ, ആ അപ്പം പ്രചരിപ്പിച്ചവർ തന്നെയാണ് കൊലപ്പെടുത്തിയത്. പാർട്ടി ഇടപെടണം. പാർട്ടി ഇടപെട്ടില്ല. പാർട്ടിക്ക് വേണ്ടിയല്ലേ ഓനെ പാർട്ടിക്ക് വേണ്ടിയല്ലേ ഓനെ എന്ത് ചെയ്ത് ജീവിച്ചത്. ജീവിച്ചതും മരിച്ചതും. അതെ. ജീവിച്ചതും മരിച്ചതും പാർട്ടിക്ക് വേണ്ടിയാണ്. ഓൻ ആ പാർട്ടിയായിട്ട് തന്നെ ജീവിക്കും, ആ പാർട്ടിയായിട്ട് തന്നെ മരിക്കും എന്നൊക്കെ ഓൻ യൂട്യൂബിലൊക്കെ പറഞ്ഞിരുന്നത്. ഓൻ ജീവിച്ചതും മരിച്ചതും ഒക്കെ പാർട്ടിക്ക് വേണ്ടിയാണ്. പക്ഷെ പാർട്ടി ഓനെ വേണ്ടതുപോലെ കണക്കിലെടുക്കുന്നില്ല. ശരിക്കും അല്ലേ, ശരിക്കും പാർട്ടിയുടെ രക്തസാക്ഷിയാണ്, അങ്ങനെ തന്നെ പറയാം. അതെ, പാർട്ടി ഓനെ കണക്കിലെടുക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാണ്. ഒരു വളരെ സൈലൻ്റാണ് പാർട്ടി. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാണില്ല. നമസ്കാരം. ഈ പോഡ്കാസ്റ്റിൻ്റെ നമ്മളിതുവരെ ചെയ്ത എപ്പിസോഡുകളിൽ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ കഥ പറയിപ്പിക്കുമ്പോൾ അവരുടെ ഒരു ചരിത്രം മനസ്സിലാക്കുക എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് വളരെ ദുഃഖത്തോടെയും വളരെ വേദനയോടെയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും സഖാവൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ട അബു അരീക്കോടിൻ്റെ മരണം ഉണ്ടാക്കിയ ആഘാതം ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ഉപ്പ എന്നോട് അവൻ്റെ മരണത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ ഞാനതിൽ പോലീസ് റിപ്പോർട്ടുകളും എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡിലേ ആക്കി. മാത്രമല്ല ഉപ്പയും കുടുംബമൊക്കെ എന്താ പറയുക, ഈ ദുഃഖത്തിൽ നിന്ന് മറികടക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ ചെയ്യാതെ ഇങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു സമയമാണെന്ന് തോന്നുന്നു. ഒരു മുന്നറിയിപ്പ് എന്നുള്ള ഇതൊരു വിവാദത്തിനോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലൊന്നും ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ അല്ല ഇത്. അബു അരീക്കോട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർക്ക് പറയാനുള്ളത് ആരും കേൾക്കാത്തത് കൊണ്ട് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അബുവിൻ്റെ ഉപ്പ എൻ്റെ നാട്ടുകാരനും ഞങ്ങളുടെ ഉസ്താദൊക്കെ ആയിട്ടുള്ള ഉപ്പ ഇവിടെ ഉണ്ട്. ഞാൻ ഉപ്പയിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് അബുവിൻ്റെ ജീവിതം, എന്താണ് മരണത്തിൽ സംഭവിച്ചത്, എന്താണ് അവരുടെ സംശയങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും. എന്താ വർത്തമാനങ്ങൾ? അങ്ങനെ പോകണല്ലേ. ഞാൻ അബുവിനെ കാണുന്നത് ആദ്യമായിട്ട് ഓനെ ഇവിടെ പഠിക്കുന്ന സമയത്താണ്, ITIയിൽ. ഞാനന്ന് SFI അവസാനിപ്പിച്ച DYFIയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സമയം. അപ്പോൾ അന്ന് ITIയിലെ പരിപാടി ഓൻ മത്സരിക്കുകയുണ്ട്, ഓൻ ചെയർമാനായി മത്സരിക്കുകയാണ്. അപ്പോൾ അബു ചെയർമാനായി നിന്ന് ഞങ്ങളെ പാനലിനെ പരിചയപ്പെടുത്തി ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ അബു അത് കഴിഞ്ഞ് ഓരോരുത്തരെങ്ങനെ വിളിച്ചു. അബു പ്രസംഗിച്ചപ്പോൾ ആൾക്കൂട്ടം ഇങ്ങനെ ഭയങ്കര നിശ്ചലമായി, എല്ലാവരും ഭയങ്കര കയ്യടി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള മറ്റ് സഖാക്കളോട് പറഞ്ഞു, ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫയർ ബ്രാൻഡാണ് കേട്ടോ, ഇതൊന്ന് ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അബുവിൻ്റെ വളർച്ച ഞാനൊക്കെ നോക്കി നിന്ന ഒരാളാണ്. ഞാനൊക്കെ ഉണ്ടായിരുന്ന അതേ പ്രസംഗ മേഖലയിൽ വരികയും പിന്നെ ഞാനൊക്കെ അത് വിട്ട് മറ്റ് ബിസിനസ്സിലേക്കും മറ്റ് മേഖലയിലേക്കൊക്കെ പോയപ്പോഴും നമ്മുടെ നാടിൻ്റെ ശരിക്കും കാരിപ്പറമ്പ് അരീക്കോട് എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് അബു മാറിയിരുന്നു കേരളത്തിൽ. യൂട്യൂബിലാണെങ്കിലും പാർട്ടി വേദികളിലൊക്കെ ആണെങ്കിലും വലിയ അഭിമാനത്തോടെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു പല വിഷയങ്ങൾ. ഇപ്പം ഞാനൊക്കെ പാർട്ടി വിട്ടു പോയപ്പോഴും എല്ലാവരും നമ്മളോട് ശത്രുതയോടെയൊക്കെ പെരുമാറിയിരുന്നത് നാട്ടിലെ പാർട്ടിക്കാർ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും അബു വളരെ നോർമലായി പഴയൊരു സഖാവിനോട് സംസാരിക്കണ പോലെ എന്നോട് സംസാരിക്കൽ, അതൊരു വേദന. അപ്പോൾ അവൻ്റെ മരണം വലിയൊരു വേദനയാണ് നമ്മളിലൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങളെ അബുവിനെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകൾ ആദ്യം നമ്മൾ അബുവിൻ്റെ മരണത്തിലേക്കൊക്കെ കിടക്കുന്നതിൻ്റെ മുമ്പ് എങ്ങനെയാണ് നിങ്ങളെ ആദ്യത്തെ മോനാണല്ലോ? എൻ്റെ ആൺകുട്ടിയുടെ കൂട്ടത്തിൽ ആദ്യത്തെ മോനാണ്. അതെ, ഫസ്റ്റ് പെണ്ണാണ്. രണ്ടാമത്തോനാണ് അബു. ഓനാണ് ആദ്യത്തെ മോന്. മോനെ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ദർസിലേക്ക് കൊണ്ടുപോയി. മദ്രസ 5ാം ക്ലാസ് വരെ കാര്യറമ്പിലാണ് പഠിച്ചത്. പൂങ്കുടിയിലാണ് പഠിച്ചത്, സമസ്ത മദ്രസ. അവിടുന്ന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അവനെ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ തന്നെ നിന്ന്, നാട്ടിൽ തന്നെ
ആ ആദ്യം ഓതാൻ എവിടെ കൊണ്ടുപോയിനത്? അതുകൊണ്ട് ഞാൻ പുത്തനത്താണി നമ്മളെ പുത്തനത്താണി കൊണ്ടുപോയി. നിങ്ങളെ അടുത്ത് തന്നെ കൊണ്ടുപോയിനെ? കൊണ്ടുപോയി. നിങ്ങളാന്ന് മുതരിസേനെ? നാടൻ മുദരിസാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായത്. ആ പിന്നീട് ഓനെ പിന്നെ മഞ്ചേരി ദാറുസുന്ന കോളേജിൽ ഓൻ അവിടെ ഉണ്ടായിരുന്നു. +1 +2 ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പെരുമ്പറമ്പിലും 7ാം ക്ലാസ് മുതൽ തന്നെ പിന്നെ കാവന്നൂർ പഠിക്കണ കാലത്ത് സ്കൂൾക്ക് വരലാണ്, പെരുമ്പറമ്പക്ക് വരലാണ്. അത് ശരി. പെരുമ്പറമ്പ് കാവന്നൂർ ദർസിലാണ് പഠിക്കുന്നത്. പെരുമ്പറമ്പ് സ്കൂളിലേക്കാണ്? പെരുമ്പറമ്പ് സ്കൂളിലേക്കാണ് വരുന്നത്. സ്കൂളിൽ വന്നിട്ട് അവിടുന്ന് ആണ് പിന്നെ അങ്ങനെ SLC വരെ എഴുതിയിട്ടുള്ളൂ. SLC എഴുതിയതിൻ്റെ ശേഷം പിന്നെ ഓൻ്റെ എന്തോ ഒരു പ്രശ്നം വെച്ചാൽ മാഷ് പറഞ്ഞു വെള്ളിയാഴ്ച എല്ലാവരും പാൻറ് എടുത്ത് വരണമെന്ന്. ഒറ്റ കുട്ടിയും തുണി എടുത്ത് വരാൻ പാടില്ല. മാഷേ ഏത് സ്കൂളിൽ? പെരുമ്പാറമ്പ് സ്കൂൾ HM അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓനെല്ലാവരെ കൊണ്ട് തുണി ഉടുപ്പിച്ചു. അന്ന് തന്നെ വിപ്ലവമുണ്ട്. അന്ന് തന്നെ എല്ലാവരോടും തുണി ഉടുപ്പിച്ചു, മുസ്ലിങ്ങളടക്കം എല്ലാവരും തുണി എടുത്തിട്ടാന്ന് മുണ്ടെടുത്ത് വന്നു. എല്ലാവരും മുണ്ടെടുത്ത് വന്നു. അതിന് കുപ്പായിട്ടല്ലാതെ വരാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമാക്ക് പോകണ്ടല്ലോ, വെള്ളിയാഴ്ച ജുമാക്ക് പോകണ മുസ്ലിംകളൊക്കെ എന്ത് ചെയ്തിട്ട് മുണ്ടെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് യൂണിഫോമിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി ബാധിക്കുന്നു പറഞ്ഞിട്ട് എന്തായി അത് വിലക്കി. ഓൻ അന്ന് എല്ലാവരെ കൊണ്ടും മുണ്ടുപിടിപ്പിച്ചു. അങ്ങനെ പിന്നെ അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ അവിടെ. ഒരു വിപ്ലവകാരിയാണ്. റിബലാണ് എപ്പോഴും. അപ്പോൾ റിബലായിട്ട് തന്നെ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ പിന്നെ അവനെ പുറത്താക്കി, സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഏത് ക്ലാസ് പഠിക്കുമ്പോൾ? SLC പഠിക്കുമ്പോൾ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആദ്യം എന്നെ വിളിച്ച് പുറത്ത് വിട്ടി. അപ്പോൾ ആദ്യം ഒരു നല്ല ഇതിലേക്ക് വിചാരിച്ചു. പിന്നീട് അവൻ തിരിച്ചെടുക്കുന്നില്ല. തിരിച്ചെടുക്കാതെ വന്നപ്പോൾ ഞാൻ വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ നേരിട്ട് ചെള്ളൈനൊക്കെ ബന്ധപ്പെട്ട് തിരിച്ചെടുപ്പിച്ചു. തിരിച്ചെടുപ്പിച്ചു. സഹായിച്ച് ഞാൻ പിന്നെ അവിടെ വയനാട്ടിലുള്ള ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അപ്പോൾ സെയിൽസ് ടാൻസ് ഉദ്യോഗസ്ഥനാണ്. ബന്ധപ്പെട്ട് അങ്ങനെ ഡയറക്റ്റ് ബന്ധപ്പെട്ട് പിന്നെ മറ്റേ കുട്ടികളതില്ല എന്താ ചെള്ളൈനോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കി തിരിച്ചെടുപ്പിച്ചു. പിന്നെ അതിന് പിന്നെ നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടി സഹായിച്ചത് നമ്മളെ വേറെ മനാഫ്, മനാഫ് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നാണ്, ജില്ലാ പഞ്ചായത്തിലാണ്. മനാഫും സഹായിച്ചിട്ടുണ്ട്. പി മനാഫ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പട്ടാക്കൽ അഷ്റഫ് ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ തിരിച്ചെടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ HMനോട് ചോദിച്ചു, അങ്ങനെ ഒരു നിയമം സർക്കാരിലുണ്ടോ? ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് അങ്ങനെ പുറത്താക്കാൻ അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം എഴുതി തരി. എന്തിനാ പുറത്താക്കിയത്? രേഖാമൂലം എഴുതി തരികയാണ്. ഞാൻ ചൂടായി, ഞാൻ പോന്ന്. അയാളെന്തല്ലോ പറഞ്ഞ് ഞാൻ ചൂടായി, ഞാൻ പോന്ന്. നിങ്ങളാണ് എൻ്റെ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം. എന്നിട്ട് അങ്ങനെ ഞാൻ ചൂടായി, ഞാൻ പോന്ന്. മൂപ്പരും പറഞ്ഞ് അവസാനം തിരിച്ചെടുത്തു. ഇവരൊക്കെ വന്നതിന് ശേഷം ചെള്ളൈൻ എന്നൊക്കെ വന്നിട്ട് അവനെ തിരിച്ചെടുത്തു. തിരിച്ചെടുത്തതിന് HMനോട് ഞാൻ മാപ്പ് പറയും ചെയ്തു. അതൊരു മര്യാദ. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് തുടക്കം. പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവന് പിന്നെ ദർശനം പഠിക്കുകയാണ്, ഇവിടെ സ്കൂളും പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഓനെന്തോ വേറെ മാറിപ്പോയി, വേറെ ദർശനം പോയി. അവിടെ ഇവിടുന്ന് മാറിയിട്ട് വേറെ ദർശനം പോയി. കാവന്നൂർ ദർശനം മാറിയിട്ട് വേറെ ദർശനം പോയി. വേറെ ദർശനം വെച്ചാൽ ചാവക്കാട് ഭാഗത്ത്. അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽഫീം ഫത്തുൽമീനൊക്കെ ഓതിന്. അപ്പോഴത്തന്നെ അൽഫീം ഫത്തുൽമീനൊക്കെ എത്തിയാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ ഓത്തു തുടങ്ങി. മീസാനൊക്കെ ഓതി കൊടുത്ത് ഖത്തറിനത് വരെയൊക്കെ ഓതി നിങ്ങളാണ്. ഇപ്പം നഹുവിൻ്റെ ബേസ് നിങ്ങളാണ് കൊടുത്തത്. പിന്നെ അവിടുന്ന് ശേഷം പിന്നെ മറ്റേ അമ്മോശൻ്റെ അടുത്തുണ്ടായി. അമ്മോശൻ കിടങ്ങൈ ഉത്സാഹം വലിയ ദാറുൽ മാരിഫിലെ സദർ മുദരിസ്. അവിടെ ദാറുൽ മാരിഫിലുണ്ടായിരുന്നു. അത് AP സ്ഥാപനമല്ലേ? അല്ല, AP നടത്തുന്നതാണ്. APക്കാരിപ്പം നടത്തുന്നതാണ്. AP സ്ഥാപനമല്ല, അത് ഉണ്ടാക്കിയ സംസ്ഥാനക്കാരാണ്. പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സുന്നികൾക്കും തുല്യാവകാശം എന്ന ഒരു അവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് നടത്താനേ കഴിയുള്ളൂ, എടുത്തുകൊണ്ടാൻ കഴിയില്ല. അതിൽക്കാണ് അതിൻ്റെ എല്ലാവർക്കും സുന്നി. അന്നുള്ള സുന്നി പറഞ്ഞാൽ പിന്നെ സമസ്തയും സമസ്ഥാനിയും ദക്ഷിണിയാണ്.
അന്ന് എ പി ഇല്ലല്ലോ. അന്ന് എ പി ഇല്ല, ആ എ പി ഐക്ക് എന്നുള്ളതൊന്നുമില്ല. ആ ഓക്കെ. സമസ്ത സംസ്ഥാന കക്ഷികളുണ്ട്. ഈ 3 വിഭാഗത്തിനും തുല്യാവകാശയിലുണ്ട്. ആ നിലയിലാണ് ഇതിൻ്റെ ഭരണഘടന. ഓ അത് ശരി അത് ശരി. ഓക്കെ. എന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നീനി പിന്നെ ഓനെ ഇത് എന്തോ ഇതിന്ന് പഠനത്തുനിന്നൊരു മാറ്റം വന്നു. അതും കഴിഞ്ഞിട്ടാണ് മറ്റേ വേറെ ചാവക്കാട് പോയി പറഞ്ഞത്. പിന്നെന്തോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെള്ളിയാഴ്ച ഒരു ഉറുദിക്ക് പോയി. അവിടെ തിരിച്ചു എന്ന് വെച്ചാൽ ആ പ്രായത്തിൽ പ്രസംഗത്തിന് പോകും. ഉറുദി പറഞ്ഞ പ്രസംഗം വയലിന് പോകും. എന്തായിരുന്നു അന്നത്തെ വിഷയവും സ്വലാത്തും മറ്റും 14കാരനല്ലേ. 14കാരൻ എന്ന് പറഞ്ഞ അന്നൊരു ഫാഷൻ ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് 14കാരൻ എന്ന് പറഞ്ഞാണ്ട് മൈക്കും സെറ്റൊക്കെ കെട്ടി എന്നിട്ട് ഇവന്റെ ആ വയൽ നിങ്ങൾ ഏതെങ്കിലും കേട്ടിണോ? ഞാനത് കേട്ടിട്ടില്ല. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ആ വയത് ഞാൻ കേട്ടില്ല. അവൻ്റെ വയത് കേട്ടത് നമ്മളെ മനാഫിനെ ഔഫദ് റഹ്മാനെ കൊന്നില്ലേ, അത് അതായവൻ്റെ അതായിട്ട് ഞാൻ കേട്ടത് രാഷ്ട്രീയത്തിലെത്തിയതിൻ്റെ ശേഷം. എന്നിട്ട് അവിടുന്ന് ഈ ഉറുദിക്ക് പോയിട്ട് അങ്ങനെ ഉറുദിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ അവൻ തിരിച്ചു പോകുന്നില്ല. എത്ര പ്രസംഗത്തിന് പോയിണ്ടാവും? അങ്ങനെ ഒരുപാട് പ്രസംഗത്തിന് അങ്ങനെ പോയി. 14കാരനായിട്ട് അതിൽ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതൊന്നും ഞാൻ അറിയില്ല, ചോദിക്കലുമില്ല. അപ്പൊ അത് വീട്ടിലൊക്കെ അപ്പൊ അവന് വലിയ ഇമേജ് ആയിരിക്കുമല്ലോ അന്ന് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അല്ലേ, നമ്മളെ കുടുംബത്തിലൊക്കെ ഒരു മൂല്യാര് വയൽ അറിയണ ഒരാളുണ്ടായിരുന്ന വലിയൊരു സംഭവമല്ലേ. എന്നിട്ട് അന്ന് നല്ല നീറ്റ് സ്വഭാവമാണ്. പൈസ ഒന്നും കിട്ടിയാൽ അതൊന്നും വേണ്ട, അതൊന്നും ചെയ്യില്ല. പൈസ ഒക്കെ നമുക്ക് തരും. അതായത് ഓൻ്റെ അടുത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അത്രേ ഉണ്ടാവുള്ളൂ. ചെറിയ പ്രായമല്ലേ. അപ്പം എന്തെങ്കിലും വീട്ടിലൊക്കെ കൊണ്ടുവരും. അമ്മക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അന്ന് വളരെ നീറ്റായ സ്വഭാവമാണ്. വളരെ നീറ്റായിട്ട്. പിന്നെയാണ് എൻ്റെ എന്ത് ചെയ്ത് ഓൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. ഈ പോക്ക് ഇതിന് ശേഷം പിന്നെ പോയില്ല, പോകാതെ അതിൻ്റെ ശേഷം വീണ്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഓത്ത് നിർത്തി. അൽഫി മുഖ്തസർ കഴിഞ്ഞോനെ ഇല്ല, കഴിഞ്ഞാണ്. അവൻ ഓത്ത് നിർത്തിയതിൻ്റെ ശേഷം പിന്നെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നേരെ പിന്നെ രാഷ്ട്രീയത്തിലേക്കാണ് പിന്നെ പോയത്. അപ്പം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവന് +1 +2 എഴുതിയില്ലല്ലോ. അങ്ങനെ മഞ്ചേരി വെച്ചാണ് +1 +2 ഒക്കെ പിന്നെ പ്രൈവറ്റായിട്ട് എഴുതണേ. അത് പാസ്സായതിൻ്റെ ശേഷം പിന്നെ ഇതിനൊക്കെ മറ്റുള്ള സംഗതി. പിന്നെ ഐ ടി ഐക്ക് എപ്പോഴാണ് പോണേ? ഐ ടി ഐക്കും മഞ്ചേരി വന്നിട്ട്. മഞ്ചേരി. അപ്പോൾ പറഞ്ഞാൽ +1 +2 പ്രൈവറ്റ് ആയിട്ട് എഴുതിയിട്ട് പിന്നെ ഐ ടി ഐ പോയി. ഐ ടി എന്നാണോ സജീവമായിട്ട് സജീവമായിട്ട് അവിടെ പിന്നെ മത്സരിച്ചതും മറ്റേന്താ ചെയർമാനായതൊക്കെ ആ സമയത്താണ് ഞാൻ മത്സരിച്ചതും ചെയർമാനായതൊക്കെ അന്നാണ്. അങ്ങനെ ചെയർമാനായതിൻ്റെ ശേഷം മുഖ്യമന്ത്രിനെ പോയി നേരിട്ടിരുന്ന് 2 മണിക്കൂർ നേരം സംസാരിച്ചു ഒക്കെയാണ് വന്നിട്ടുള്ളത്. ശരി. പിണറായി മുഖ്യമന്ത്രിയാണ്. പിണറായിനെ നേരിട്ട് പോയി കണ്ട് 2 മണിക്കൂർ നേരം അവിടെ വെച്ചിട്ട് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി. അത് കഴിഞ്ഞ് പിന്നെ പിണറായി പിന്നെ പ്രസംഗത്തിൽ സജീവമായി. പിന്നെ പ്രസംഗത്തിലും രാഷ്ട്രീയത്തിലും സജീവമായി. ആരാണ് ഓനെ ഈ CPM-ലേക്ക് കൊണ്ടുവന്നത്? കാരണം ഒരു പശ്ചാത്തലവും ഇല്ലല്ലോ. കാരണം CPM-ലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മുഹമ്മദാണോ സംശയമുണ്ട്. മുഹമ്മദ് പറഞ്ഞത് വട്ടോളി മുഹമ്മദ് അവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയത് വട്ടോളി മുഹമ്മദില്ല, എൻ്റെ മുത്താപ്പാൻ്റെ അവനാണോ കൊണ്ടുപോയതെന്ന് സംശയമുണ്ട്. ഉറപ്പില്ല എനിക്ക്. അവരാരോ ഓന് അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. കാരണം നിങ്ങളൊക്കെ സംസ്ഥാനക്കാരും പൊതുവെ നിങ്ങൾ ലീഗുകാരല്ലേ? അത് പൊതുവെ ലീഗുകാരാണ്. പക്ഷേ ലീഗുകാരാണ്. ഭയങ്കര ലീഗ് വിരോധത്തിലേക്കാണല്ലോ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നൊരു AP പശ്ചാത്തലം ഇല്ലല്ലോ. ഇല്ലല്ല, ഒരു പശ്ചാത്തലം ഇല്ല. AP പശ്ചാത്തലം അങ്ങനെ ഒന്നുമില്ല. ലീഗിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു. ലീഗുകാരനായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടേനോ ഓനെ കമ്മ്യൂണിസ്റ്റ് ആയപ്പോൾ? കമ്മ്യൂണിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് മൊത്തത്തിലുള്ളൊരു ധാരണ ഉണ്ടല്ലോ. ആ ധാരണ പ്രകാരം നമുക്ക് വിഷമമുണ്ട്. ധാരണ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അത് ഒരു മതമല്ലാത്ത പാർട്ടി എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്കുള്ളൊരു വിഷമം നമുക്കുണ്ട്. അല്ല, പാർട്ടിക്കാരനായി പാർട്ടി പ്രവർത്തിച്ചു വോട്ട് ചെയ്തു, അത് നമുക്ക് വിഷമല്ല. ഇതിൻ്റെ ഒരു പ്രചാരകനായി എന്നുള്ളതിലല്ലേ. ഇപ്പോൾ മൂല്യരാകുകയാണെങ്കിൽ ആരാവുന്നതിന് നിങ്ങളൊരു പ്രതീക്ഷ? മൂല്യരാകുകയാണെങ്കിൽ നമ്മൾ ശംസുലൈമാൻ്റെ സ്ഥാനത്ത് എത്തുമായിരുന്നു.
അതേപോലെ അത്രമാത്രം കഴിവാനുണ്ട്. അത് ശരി. ഓൻ്റെ ഓത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്ന് വെച്ചാൽ ഓനിപ്പോൾ ആദ്യത്തെ ഉസ്താദാണല്ലോ നിങ്ങൾ, അതൊക്കെ എങ്ങനെയായിരുന്നു? ഓതിയാൽ എന്താണ്? ഓനെ ഓതിയാൽ വെച്ചാൽ ഓനെ ഓതി കൊടുത്ത വിഷയം പറഞ്ഞു കൊടുത്താൽ ആ അത് ഉടനെ തന്നെ അപ്പം തന്നെ തിരിച്ചിങ്ങ് പറഞ്ഞു തരും. ഓ അത് ശരി. അതിനുള്ള കഴിവാനുണ്ട്. പിന്നെ അങ്ങനെ നിരന്തരം അങ്ങനെ അധ്വാനിച്ച് പഠിക്കുന്ന സ്വഭാവമില്ല. ആ ആ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ട്. ഓന് ക്ലാസ് കേട്ടാൽ മതി. ആ കേട്ടത് ഓൻ്റെ ഓർമ്മയിലുണ്ട്. അത് നിരന്തരം ഇങ്ങനെ പഠിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് ശരി. ഓനെ ക്ലാസ് കേട്ടാൽ തന്നെ മതി. അപ്പോൾ ഖത്തറിനത്തെ വരെ ഓതി കൊടുക്കണത് നിങ്ങളാണ്. അത്ര വരെ ഓതി കൊടുക്കുന്നത് ഞാനാണ്. അപ്പം അന്ന് തന്നെ നല്ല ആ ബേസ് ഉണ്ടോ? പിന്നീട് പ്രസംഗത്തിലൊക്കെ അറബിയൊക്കെ നല്ലോണം പറയുന്നുണ്ടല്ലോ. ആ അത് കഴിഞ്ഞ് ഇപ്പം ഓത്ത് നിർത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓത്ത് നിർത്തിയ ശേഷം പിന്നെ ഇവിടെ കൊന്നാര മക്കാമ്പര് അവിടുത്തെ ഉസ്താദിൻ്റെ അടുത്ത് കുറച്ച് ഓതിയിരുന്നു. ആരായിരുന്നു ഉസ്താദ്? അന്ന് ഇവിടെ ഷുക്കൂർ ഹാസനി. ആ ആ ആ ഷുക്കൂർ ഹാസനി അപ്പോഴും അന്നൊന്നും അളഞ്ഞാണ്. അതെ അതെ അതെ. പിന്നെ വലീദീൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു. വലീദ്ദീൻ ഫൈസി. വലീദ്ദീൻ ഫൈസിൻ്റെ അടുത്ത്. ഇത് APK ഉണ്ടല്ലോ. ആ അതൊന്നും ഞാൻ വിഷയമല്ല. നിങ്ങൾക്ക് അതൊന്നും പ്രശ്നം അതൊന്നും വിഷയമല്ല. അപ്പോൾ വലീദ്ദീൻ ഫൈസിൻ്റെ അടുത്ത് കുറച്ചാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് മഞ്ചേരി ദാറുസുന്നയിലെത്തിയത്. അവിടുന്നാണ് അൽഫീൻ പൊത്തിരിമീനൊക്കെ കംപ്ലീറ്റ് ആക്കി ഓതിയത്. അൽഫീൻ പൊത്തിരിമീനുള്ള ഇതൊക്കെ ഓതിയത്. നിങ്ങളെപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് ആയതിനു ശേഷം ഓനോട് മൂല്യാരായിക്കൂടെ ഇനി അങ്ങനെ എന്തെങ്കിലും ചോദിച്ചണോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. അല്ല അങ്ങനെ ഒരു വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഓൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതിനു ശേഷം ഓൻ്റെ പെരുമാറ്റം ഇതൊക്കെ എങ്ങനെയായിരുന്നു? എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ശേഷം ഓന് സാധാ പോലെ നിസ്കാരം കാര്യം മറ്റും മറിച്ചൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാർട്ടി ഇങ്ങനെ സജീവമായിട്ട് പ്രസംഗിക്കും, പറയും, പാർട്ടിയെല്ലാം പുസ്തകങ്ങളൊക്കെ വായിക്കും എന്നൊക്കെ ഉള്ളതല്ലാതെ ഓൻ ദീനിയായ ജീവിതം തന്നെയാണ് നയിച്ചു തരുന്നത് അല്ലേ? നമ്മളെ കാഴ്ചപ്പാടും ദീനിയായ ജീവിതം തന്നെ കഴിച്ചു. നിസ്കാരം നോമ്പും മൗലൂദും അതിനൊക്കെ നിസ്കാരം നോമ്പും മൗലൂദും ഒക്കെ ഉണ്ട്. അതിലൊക്കെ അതിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്കൊരു ഓനൊരു സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് തോന്നിയത് എപ്പോഴാണ്? അതിന് പാർട്ടിയിൽ വളരെ സജീവമായതിനു ശേഷം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവമില്ല. അനുഭവം ഇല്ല വെച്ചാൽ നിൽക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. നിസ്കാരത്തിലൊന്നും അതിലൊന്നും ഇല്ല. ദീനി ചുറ്റു കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ചയില്ല. പിന്നെ ഒരു പഴയ ചിന്ത എന്നുള്ളത് ലാശന് മാറ്റമുണ്ട് എന്നുള്ളൂ. ഇങ്ങോട്ട് ITന്ന് ഓൻ വന്നേ വളരെ സജീവമായിട്ട് പാർട്ടിയായി. നിങ്ങൾ പാർട്ടി വലിയ ലെവലിലെത്തും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? നല്ല പ്രതീക്ഷ ഉണ്ട്. പാർട്ടി ലെവലിൽ ഓന് നല്ല യൂട്യൂബും മറ്റും മറിച്ചൊക്കെ ആയിട്ട് 2 ലക്ഷത്തിൽ കൂടുതൽ ഓനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അതെ അതെ. 2 ലക്ഷത്തിൽ മേലുണ്ട്. അതെ അതെ. അത്രയും ആളുകൾ ഓനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. എന്നാൽ നേതാക്കന്മാരായിട്ട് പാർട്ടിൻ്റെ നേതാക്കന്മാരായിട്ട് വലിയ ഗട്ടി ജലീൽ, അൻവർക്ക തുടങ്ങി പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരായിട്ടും അവന് നല്ല ബന്ധമുണ്ട്. ഏറ്റവും ഓനായിട്ട് അടുപ്പുള്ള നേതാവ് ആരായിരുന്നു? ഏറ്റവും അടുപ്പമുള്ള നേതാവ് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് അൻവർക്കയും ഒന്ന് ജലീലാണ്. അതെ അതെ. അൻവർക്ക ആ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടല്ലോ, എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു വന്നേ അല്ലേ? അവര് അങ്ങനെ അൻവർക്കാക്ക് വേണ്ടി നല്ല സജീവമായി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെ ടി ജലീലിന് വേണ്ടി നല്ല സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. ഓരോട്ടൊക്കെ നല്ല അടുപ്പായിരുന്നു. പിന്നെ വേറെ ഏതൊക്കെ പോലെ നേതാക്കന്മാർ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ ഓനെ കാര്യമായിട്ട് പ്രസംഗം പരിപാടികൾ ഉണ്ടായിരുന്നതോടെ എങ്ങനെയാണ് അവൻ്റെ പ്രസംഗത്തിനുള്ള പോക്കും പരിപാടിയൊക്കെ അതൊക്കെ ഒന്ന് അറിയണമല്ലോ. പോക്ക് എന്ന് വെച്ചാൽ പ്രസംഗത്തിന് വേണ്ടി പാർട്ടിൻ്റെ ലെവലിൽ പ്രസംഗത്തിനല്ലേ പോകുന്നത്. അതെ അതെ. അങ്ങനെ പ്രസംഗത്തിന് പോകുമ്പോൾ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു അവൻ്റെ കൂട്ടുകാരെങ്കിലും വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകും, കൂട്ടിയിട്ട് അങ്ങനെ പോകും. എന്നിട്ട് അതിപ്പോൾ എവിടെയായിരുന്നു കാര്യമായിട്ട് അവൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നത്? പരിപാടി ഇപ്പോൾ ഒന്ന് താനൂര്, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ട്. കണ്ണൂർ, കാസർഗോഡ്, നാദാപുരം, കുറ്റിയാടി, അതുപോലെ പിന്നെ എറണാകുളത്ത്, തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊക്കെ പറയും പരിപാടിക്ക് പോകുന്നതൊക്കെ അറിയാം. ഇന്ന് പോകാമെന്ന് അറിയും. അതുപോലെ ക്യാമ്പുണ്ട്, ക്യാമ്പിന് പോകുന്ന അറിയും, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓൻ്റെ വിവാഹം നടക്കുന്നത് ഏകദേശം ഒരു 2 വർഷം ആയി കഴിഞ്ഞു വിവാഹത്തിന്. അപ്പം മഞ്ചേരി ഓന് പാർട്ടിൻ്റെ പ്രസംഗത്തിൽ നിൽക്കുന്ന സമയത്ത് ഓൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ച പെണ്ണ് ഭാര്യ പട്ടാമ്പിക്കാരിയാണ്, പട്ടാമ്പിയുള്ള. അപ്പോൾ ഓളെ ഉമ്മാൻ്റെ വീട് കാവനൂരാണ്. കാവനൂർ. അപ്പോൾ കാവനൂർക്ക് വരുമ്പോൾ ഇവൻ്റെ പ്രസംഗം അവൻ കേട്ടു. അവൾ കേട്ടു നിന്ന് കുറേ അവൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടയായി കൊണ്ടാണ് ഈ വിവാഹത്തിലേക്ക് എത്തുന്നത്.
വിവാഹത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പഠിച്ച് 2ാം വർഷത്തിൽ അല്ല ലോ കോളേജിൽ ലോ പഠിക്കാൻ. കോളേജിൽ 2ാം വർഷത്തിലാണ്. ആ ആ ലോ കോളേജ് 2ാം വർഷത്തിലാണ് ഈ സമയത്ത് ഓൻ. ആ ആ അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉം, പിന്നെ നമ്മൾ കല്യാണം നടത്തി കൊടുത്തതാണ്. ഉം, ഉം. നിങ്ങൾ ആ. അങ്ങനെ ഇടപെട്ട് നടത്തി കൊടുത്തതല്ല. എൻ്റെ അടുത്ത് പൈസയും കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല. അതെ കല്യാണം നടത്താൻ നിക്കാഹ് നടത്തി നിൽക്കുക പോലെ എന്ത് ആയിക്കോട്ടെ. അതെ 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 നിക്കാഹ് നടത്തി കൊടുത്താൽ പിന്നെ അവരെന്തും ആവാലോ. അതെ അതെ പിന്നെ അതിൽ വിഷയമല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് നിക്കാഹ് നടത്തി കൊടുത്തു. അതിന് 5,60,60,000 റുപ്യ ഞാൻ അതിന് വേണ്ടി കടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ. ഓൻ്റെ നിൽക്കാൻ നിക്കാഹിനും വേണ്ടി. ആരും സഹായിച്ചൊന്നുമില്ല. അത് മുന്നേ കൊടുക്കണ്ടേ. അതെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ. അതെ നമ്മൾ ആരോടും സഹായം ആവശ്യപ്പെടുന്നില്ലല്ലോ. അതെ അതെ ഓല ഭാഷയിൽ ഇവന് യൂട്യൂബിൽ നല്ല വരുമാനം ഉണ്ടല്ലോ. അതെ 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 ഓന് വരുമാനം കിട്ടലില്ലേനോ? അതും വരുമാനം ഉണ്ടായിനി. ആ. അതും 10 റുപ്യ 15 റുപ്യ 25 റുപ്യ വരെ അവന് കിട്ടിയിരുന്നു. ആ ആ അതൊക്കെ എന്താക്കിയെന്ന് വെച്ചാൽ അത് കിട്ടിയാലും ഒരു 25 റുപ്യ തന്നെ കിട്ടിയാലും ആ മാസാവസാനം 100-500 ഞാൻ കൊടുക്കേണ്ടി വരും. പിന്നെ ആ ആ ആ അതിന് പോലെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ. പാർട്ടി ലെവലിൽ തന്നെ പാർട്ടിൻ്റെ കുറേ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിലൊക്കെ കൊടുക്കും. അതിലൊക്കെ പൈസ അവൻ കൊടുക്കും. ഉണ്ടാക്കിയും കൊടുക്കും. അത് ശരി. മറ്റുള്ള ആൾക്കാരെ പോലത്തെ പോയിട്ട് വാങ്ങി ആ അതും കൊടുക്കും. കൊടുക്കും. അത് ശരി. ഓൻ്റെ പൈസയും കൊടുക്കും. അത് ശരി. ഭയങ്കര സഹായിയായിരുന്നു. ആ പിന്നെ ഓൻ്റെ പൈസ ഒരു 4 ലക്ഷത്തോളം ഉം. ഓനെ വഞ്ചിക്കപ്പെട്ട് പോയിട്ടുണ്ട്. ആ എങ്ങനെ? അതൊരു കച്ചവടത്തിലൊരു ഇവിടെ ഒതായുള്ള ഒരു സെലഫിയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. ആ അയാളെന്തോ ഒരു കച്ചവടത്തിൽ ഇടപെട്ടിട്ട് കച്ചവടത്തിന് വേണ്ടി 3 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇപ്പം കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത്. ആ അയാൾക്ക് കൊടുത്തതല്ല, പിന്നെ കച്ചവടത്തിന് കൊടുത്താണ്. ആ ആ ആ. അത് പിന്നെ കിട്ടിയൊന്നുമില്ല. അത് കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തോ ചില ലാഭമൊക്കെ കൊടുത്തിരുന്നു. അത് കിട്ടിയില്ല. അത് പിന്നെ നിങ്ങൾ എൻ്റെ മരണശേഷം ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. അത് ചോദിക്കണ്ടേ? അയാൾ ബന്ധപ്പെട്ടിട്ടുമില്ല. ആ അപ്പോൾ ആ പൈസ അങ്ങനെ അയാൾ 42 ലക്ഷത്തെ അയാൾ ഇവിടെ പെട്ടെന്നാണ് പറയുന്നത്. കുടുങ്ങിപ്പോയി എന്നാണ് ആ പറയുന്നത്. ആ. അയാളെ ഡീറ്റെയിൽസ് അറിയോ? അറിയില്ല. അത് ഇപ്പോൾ ഭാര്യയ്ക്ക് ചോദിച്ചപ്പോൾ പേരൊക്കെ അറിയും ഭാര്യനെ കൊണ്ട്. ആ ആ ആ. ഈ പൊതായിക്കാരനാന്ന് തന്നെ മനസ്സിലാക്കി എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ്. ഓ അത് ശരി. അത് ശരി. അല്ലാതെ എനിക്കറിയില്ല. ആ. 3 ലക്ഷത്തോളം അതിലുണ്ട്. അത് ശരി. ഈ 3 ലക്ഷം രൂപ അവൻ്റെ കല്യാണം നടത്താൻ വേണ്ടി അവന് വെച്ച പൈസയാണ്. ആ ആ അത് കച്ചവടത്തിൽ നിന്ന് ചെറിയ ലാഭം കൊടുക്കും. ആ ലാഭം കൊണ്ട് അവന് ഈ പൈസ അവന് കല്യാണം നടത്താൻ വേണ്ടി കൊടുക്കും. നിക്കാഹ് നടത്താൻ വേണ്ടി അവൻ വെച്ച പൈസയാണ്. അത് ശരി. അത് അവിടെ എന്ത് കച്ചവടമാണെന്നൊന്നും അറിയില്ല. അന്നറിയില്ല. അതൊന്നും എനിക്കറിയില്ല അതിനെ പറ്റി. അവനറിയായിരിക്കും, എനിക്കറിയില്ല. ആ ആ പിന്നെ വേറൊരാൾ 50,000 റുപ്യ പറ്റിച്ച് പോയിട്ടുണ്ട്. ആ ആ ആളെ പേരൊന്നും പറയുന്നില്ല, ആളൊക്കെ എനിക്കറിയും. ആ ആ. ഒരു 50,000 റുപ്യ ഒരാൾ പറ്റിച്ച് പോയിട്ടുണ്ട്. അത് ശരി. വേറെ എത്തൻ ഓൻ്റെ അടുത്തുണ്ട്. അത് നമ്മൾ അറിയുന്ന ആളാണ്, നമ്മുടെ നാട്ടുകാരനുമാണ്. ഓൻ്റെ അടുത്ത് 50,000 ഉണ്ട്. അങ്ങനെ 4 ലക്ഷം റുപ്യ ഓൻ്റെ പൈസ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ. ചെറിയ പ്രായത്തിൽ. ഓ അത് ശരി. ആ. ആ അതെപ്പോഴൊക്കെയാണ് പിന്നെ ഈ പിന്നെ പൈസ കെട്ടേണ്ടി വന്ന് ഉം. ഓനെ ഈ സീറ്റ് കിട്ടി. ആ തൃശ്ശൂർ സീറ്റ് കിട്ടി. ആ. തൃശ്ശൂർ ആദ്യം കിട്ടി. ആദ്യം കിട്ടി. തൃശ്ശൂർ സീറ്റ് കിട്ടിയപ്പോൾ പൈസ കെട്ടണം. ആ അപ്പോൾ അതിന് ഈ കിട്ടാനുള്ള പൈസ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിന്. ആ അതൊന്നും കിട്ടിയില്ല. ആ അവസാനം ഞാൻ പൈസ ഒപ്പിച്ച് കൊടുത്ത്. ആ ആ. തൃശ്ശൂർ ലോ കോളേജിൽ അവന് കിട്ടി. അതെ, അവിടെ കിട്ടിയത്. അപ്പോൾ ഈ ലോ കോളേജിലേക്ക് എങ്ങനെയാണ്? അപ്പോൾ അത് ആദ്യം പറയാം. നമ്മളെ ഇങ്ങനെ ലോ കോളേജ് പഠിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഓൻ എങ്ങനെ ഉണ്ടായിരുന്നത്? അത് ഈ യൂട്യൂബിലൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഓൻ സ്വന്തം തോന്നിയതാണ്. സ്വന്തമായി തോന്നിയതാണ്. ആ അപ്പോൾ സ്വന്തമായി തോന്നിയിട്ട് എന്നോട് അവൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സ്ഥലം വിറ്റിട്ട് 2 ലക്ഷം റുപ്യ എനിക്ക് തരണം. ആ അപ്പോൾ അവിടെ കുന്നത്തെ പള്ളിൻ്റെ അവിടെ ആ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വിറ്റിട്ട് ഒരു 2 ലക്ഷം രൂപ എനിക്ക് തരണം. അപ്പോൾ 4 കൊല്ലാണ് അവൻ്റെ പഠനം പറയണത്. അപ്പോൾ 25 റുപ്യെങ്കിലും വേണ്ടി വരും. അവൻ്റെ അന്നത്തെ കാഴ്ചപ്പാടിൽ അവൻ പറയണതാണ്. ആ ആ. അതൊന്നും അത്ര മതി എന്നുള്ളത് നമുക്കറിയില്ല. എത്ര ലക്ഷം രൂപ? 2 ലക്ഷം ചോദിച്ചിട്ടുള്ളൂ. ആ ആ 2 ലക്ഷം തരണം എന്ന് പറഞ്ഞു. ആ അങ്ങനെ സ്ഥലം ഞാൻ വിറ്റിട്ടൊന്നുമില്ല. ആ. പൈസ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു? ആ, പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. പൈസ കൊടുത്തിട്ടുമുണ്ട്. ആ ആ 2 ലക്ഷം റുപ്യ. ആ 2 ലക്ഷം ഒന്നും മതിയായിട്ടില്ല. ആ. പിന്നെ എങ്ങനെ മർക്കസ് ലോ കോളേജിലെത്തണേ? അതെ, അങ്ങനെ തൃശ്ശൂർ കിട്ടി. ആ തൃശ്ശൂർ കിട്ടിയപ്പോൾ തൃശ്ശൂർക്ക് എന്നും പോകുക എന്നുള്ളത് പ്രയാസമാണല്ലോ. ആ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുക എന്നതും പ്രയാസമായതുകൊണ്ട് അത് അത്ര പരിചയമില്ലാത്തൊരു പ്രദേശം ആയതുകൊണ്ട് ഓൻ ഇങ്ങോട്ട് ട്രാൻസ്ഫറാക്കി. ട്രാൻസ്ഫർ ചെയ്ത്. അങ്ങനെ ആക്കിയപ്പോൾ ആണ് പിന്നെ അപ്പോൾ അവിടെ 85 കിട്ടിയത്. തൃശ്ശൂർ 85 കിട്ടിയത്. ഇവിടെ 1 ലക്ഷം കിട്ടിയത്. അപ്പോൾ ആ പൈസ ഞാൻ ഒപ്പിച്ചു കൊടുത്തതാണ്. അത് നിങ്ങൾ തന്നെയാണ്? ഞാൻ തന്നെ ആ പൈസ ഒപ്പിച്ചു കൊടുത്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ലോ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണം നടന്നു. പിന്നെ ഇപ്പോൾ ഓനെ അവിടെ ഒരു 10 റുപ്യ എന്തായാലും ഒരു മാസം അവന് ചിലവ് വരും. ഫുഡും ഒക്കെ പാടായിട്ട് 10 റുപ്യ എന്തായാലും അവന് ചിലവ് വരും. മാസം ചിലവ് വരും. ആ ചിലവിലേക്ക് മിനിമം ഒരു 5 റുപ്യ ഞാൻ കൊടുക്കും. എല്ലാ മാസം കൊടുക്കും. അത് അവന് പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഇത്ര പൈസ വേണം, നിർബന്ധമായിട്ട് വേണം, കൺഷ്യമായിട്ട് പറയും. അത് പിന്നെ കൊടുക്കുകയല്ലാതെ നിർവാഹമല്ല.
അതെങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് ഞാൻ കൊടുക്കും. ആ, ആ. അങ്ങനൊക്കെ പാടെയായിട്ട് ഓന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി 10 ലക്ഷത്തോളം രൂപ ഇപ്പം എനിക്ക് കടമുണ്ട്. ഓൻ്റെത് മാത്രം ഓൻ്റെ മാത്രം മാത്രം 10 ലക്ഷം 10 ലക്ഷം റുപ്യ എനിക്ക് കടമുണ്ട്. ആ, നമുക്കിപ്പോൾ മോനും പോയി ആ. പൈസയും പോയി. പൈസയും പോയി. വല്ലാത്ത ഒരു സങ്കടമാണ്. ഞാൻ ചോദിക്കണത് ഈ ഇങ്ങനെ മുന്നോട്ട് പോണതിൻ്റെ ഇടയിൽ ഇപ്പം ഈ ഇവൻ മരിക്കണ ഒരു സാഹചര്യം ഇപ്പം നമ്മളത് പറയണല്ലോ, എന്തുകൊണ്ടായിരിക്കും അവൻ മരിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണേ? എന്തുകൊണ്ടോ മരിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓൻ ആരോ ചതിച്ചതാണ്. ഓനെ കൊന്നതാണ് കൊന്നത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ പറയണത്. നിങ്ങൾ അറിയണ അബു ഒരിക്കലും ആത്മഹത്യ ഒരിക്കലും ചെയ്യൂല. കാരണം അതിൻ്റെ സാഹചര്യം ഓനില്ല. ഇല്ല. കാരണം ഓൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്. എല്ലാം കൊണ്ടും ബന്ധങ്ങളുണ്ട്, സാമ്പത്തികങ്ങൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് ഓൻ്റെ മരണം കഴിഞ്ഞ ഉടനെ, ഓൻ്റെ മരണത്തേക്ക് നമുക്ക് വരാം. ഓൻ്റെ മരണം കഴിഞ്ഞ ഉടനെ പ്രചരിച്ചൊരു വാർത്ത ഉണ്ടല്ലോ, ഓന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താ? ഓൻ സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഓൻ്റെ പേരിൽ അങ്ങനെ സാമ്പത്തിക ബാധ്യത ഇല്ല. ഇല്ല, ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഓന് വേണ്ടി ഇപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ ലോണ് ഞാൻ ജോയിൻ്റ് ആയിട്ട് എടുത്ത പൈസയാണ്. അത് അടക്കാൻ ടൈമായിട്ടില്ല. ഓൻ ജോലി കഴിഞ്ഞ് 42 മാസം കഴിഞ്ഞിട്ടാണ് അടക്കേണ്ടത്. പിന്നെ ഓൻ ബജാജിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ടുണ്ട്. എത്രയാണ്? 160 പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഓരോ കൊല്ലത്തിലാണല്ലോ റിലീസ്. ഒന്ന് പൂർണ്ണമായിട്ട് എടുത്തില്ല. രണ്ടാമത്തെ അടവ് ഓൻ അവിടെ തന്നെ തിരിച്ചു വാങ്ങിയിട്ട് അടച്ചാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് പൈസ എടുത്തിട്ടുള്ളൂ. ഒരു 1.85 അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടാവുള്ളൂ. 1.60 പാസ്സാക്കിയത്. 1.60 പാസ്സാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. എത്ര എടുക്കാത്തതെന്നുള്ളത് എനിക്കറിയില്ല, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും 85 എടുത്ത് 86 റുപ്യ എടുത്ത് എനിക്കറിയും. അതിനപ്പുറം വേറെ എടുത്തിനോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഓന് ഈ ബജാജിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ട് 65,000 റുപ്യ. അത് 81 റുപ്യാണ് അടക്കേണ്ടത്. അത് എടുത്തോടെ മുതൽ 11 അടവ് മുടങ്ങാതെ അടച്ചിട്ടുണ്ട്. മുടങ്ങാതെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ മരിച്ചതിന് ശേഷം ഓൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. ബജാജിക്ക് പൈസ പോയിട്ടുണ്ട്. പൈസ ഉണ്ടായിരുന്നു, ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു. 5 റുപ്യ ഏതായാലും ഒന്നുണ്ട്. 5 റുപ്യ ഏതായാലും ഒന്ന് ഉണ്ട്. അപ്പോൾ അതിന് 1-2 അടവ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ അടവിന് പൈസ ഇല്ല. അപ്പോഴാണ് ഓല് ബന്ധപ്പെട്ട് നമ്മളെ കരീമാക്കാൻ്റെ മകൻ, അതായത് നമ്മളെ അയൽവാസി കരീമാക്കാൻ്റെ മകൻ സുൽഫിനെ വിളിച്ചു. അപ്പോഴാണ് ദത്ത് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് 52,000 റുപ്യ അടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ പിന്നെ 29,500 റുപ്യ 29,500 റുപ്യ കൃത്യമായിട്ട് അടഞ്ഞു പോയിന്. അതിൻ്റെ റെസീറ്റൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. വേറൊരു ബാധ്യതയില്ല. പിന്നെയുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ, പിന്നെ പോനെ പൈസക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ എൻ്റെ മോളെ ഒരു സ്വർണം ഉണ്ടായിരുന്നു, പണയം വെക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അതും വിറ്റിട്ടുണ്ട്. എൻ്റെ ഭാര്യൻ്റെ സ്വർണം വിറ്റിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക്, ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ സംഭവിച്ചു. ആ വിറ്റു എന്ന് പറഞ്ഞാൽ ഓൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഭാര്യയും ഭർത്താവും നിലക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ ചോദിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന ഒരു പരിധി വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഒരു ഭാര്യ ഭർത്താവും അവിടെ ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചില ചിലവുകളുണ്ടാവും. ആ ചിലവിലേക്കായിരിക്കും അവനത് വിറ്റിരിക്കുക. അപ്പോൾ ഭാര്യൻ്റെ സ്വർണം വിറ്റിട്ടുണ്ട്, 2 പവൻ ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടുണ്ട്. എൻ്റെ മോളെ ഒരു സ്വർണം വിറ്റിട്ടുണ്ട്. അങ്ങനെ 3 പവൻ ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ആ ബാധ്യതയാണ് പിന്നുള്ള ഒന്ന് തോന്നുന്നത്. പിന്നെ ഏതോ ഒരു ചേച്ചിനോട് എൻ്റെ ഒരു ടീച്ചർ, പാർട്ടിപ്പെട്ട ഒരു ചേച്ചിനോട് 50,000 റുപ്യ വാങ്ങിയിട്ടുണ്ട്. 50,000 റുപ്യ വാങ്ങിയിട്ടുണ്ട്. വേറെ ടീച്ചറോട് 20,000 റുപ്യ വാങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഓൻ്റെ ബാധ്യതകളൊക്കെ പാടെ 2 ലക്ഷം ഉണ്ട്. അത്രേ ഉള്ളൂ. 2 ലക്ഷത്തിനൊന്നും ബാധ്യത ചെയ്യില്ല. ആകെ ഓൻ്റെ ഭാര്യ എനിക്ക് തന്ന കണക്ക് പ്രകാരം ഈ 2 ലക്ഷം റുപ്യൻ്റെ അടുത്തുണ്ട്. അതൊക്കെയാണ് ആ പൈസ. ഈ 70 അല്ലാത്തൊക്കെ കുടുംബത്തിൽ തന്നെയാണ്. 70 അല്ലാത്തൊക്കെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ള വാർത്ത ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ഇപ്പം ഞങ്ങളൊക്കെ അത് വന്ന ഉടനെ ആദ്യം പരക്കുന്ന വാർത്ത അതാണല്ലോ. ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ ഓൻ്റെ കൂട്ടുകാർ പോയി ആരാണ് ഓനെ കൊലപ്പെടുത്തിയത് അവർ പ്രചരിപ്പിച്ചതാണ്. ആ കൊലപ്പെടുത്തിയവർ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത്. പ്രചരിപ്പിച്ചവർ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്. അപ്പം നിങ്ങളെ അഭിപ്രായത്തിൽ അബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല? ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ വെറും 6,000 റുപ്യ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 6,000 രൂപ എടുത്തിട്ടുണ്ട്. 2 വട്ടറ്റ് 3 റുപ്യ 6,000 റുപ്യ എടുത്തിട്ടുണ്ട്. ആ 6,000 റുപ്യ അവൻ്റെ ഭാര്യ അടച്ചിട്ടുമുണ്ട്.
പിന്നെ അതിൻ്റെ പേരിൽ ഭീഷണിൻ്റെ കാരണമില്ലല്ലോ. ഇല്ല 6000 റുപ്യ വെറും 6000 അടുത്ത്. അതെ അതെ ആ 6000 ഓൻ്റെ ഭാര്യ അടച്ചിട്ട് ആ ആപ്പ് എന്തിന് ഓള് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇല്ല. പിന്നെ അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഭാര്യയായിട്ടുള്ള അവൻ്റെ ബന്ധം എങ്ങനെയായിരുന്നു? അതിലെന്തെങ്കിലും ഇപ്പം ആൾക്കാർ പ്രചരിപ്പിക്കുന്ന കുറേ കഥകളിൽ അതൊക്കെ ഉണ്ടല്ലോ, ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഒരു പ്രശ്നം ഉള്ളതായിട്ട് അറിയില്ല. അവളവിടെ വന്ന് നിൽക്കലുണ്ടോ വീട്ടിൽ? വീട്ടിൽ നിൽക്കലുണ്ട്. കല്യാണം കഴിഞ്ഞ് നിൽക്കുക ഔദ്യോഗികമായിട്ട് കൂട്ടിയിട്ടില്ലെങ്കിലും കൂട്ടിയതുപോലെ തന്നെയാണ്. ഓള് പഠിക്കല്ലേ, PhD പഠിക്കുകയാണ്. ഓള് ഒഴിവുള്ള സമയത്ത് ഓള് ഇവിടെ വന്ന് നിൽക്കും. ചിലപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കുമുണ്ട്, വരവുമുണ്ട്. പിന്നെ ഓള് ഇവിടെ വന്ന് നിൽക്കലുമുണ്ട്. ഇപ്പോൾ മരിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞാൻ വീട്ടിലുണ്ട്. ഒരു ചൊവ്വാഴ്ച വന്നിട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഇത്രയും ദിവസങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ശനിയാഴ്ച ഓള് പോയി, ഓക്ക് ക്ലാസ് തുടങ്ങുക. ഞായറാഴ്ച ബനും പോയി. പിറ്റത്തെ ശനിയാഴ്ചയാണ് ഇപ്പം മരിച്ച അന്നാണ് ഞാൻ പോണത്, കാസർകോട്ടേക്ക് പോണത്. അത് ശരി. നിങ്ങൾ അറിയണേ എങ്ങനെ? അന്നറിയാം. അവിടെ എത്തിയ 2 പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് VC വിളിക്കുന്നത്. നമ്മൾ VC വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടെ 2 പീരീഡ് കഴിഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു നിങ്ങളോട് മരിച്ചെന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് വരണം, ഒരു സെക്കൻഡ് അവിടെ കാത്തിക്കണ്ട എന്ന് VC തോന്നിയോ? മരിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. മരിച്ചിട്ടേക്കാൻ ഞാൻ വല്ല ആക്സിഡൻറ്റും പറ്റിയെന്നാണ് വിചാരിച്ചത്. വല്ല ആക്സിഡൻറ്റിനും പറ്റി വണ്ടിയല്ലേ, വല്ല ആക്സിഡൻറ്റും പറ്റി മരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തിന് 5 മണി കഴിഞ്ഞു. അപ്പോഴത്തിന് മോർച്ചറി കയറ്റിയിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തുമ്പോൾ 5 മണി 6 മണിയാണ്. മോർച്ചറി കയറ്റിയിട്ട് പിന്നെ പിറ്റേന്ന് മയ്യത്തെ ഞാൻ കാണുന്നത്. എന്നിട്ട് അപ്പം ഭാര്യയായിട്ടൊരു പ്രശ്നമുണ്ട്? ഭാര്യയായിട്ട് പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയില്ല. ഭാര്യനോട് പിന്നെ ഞാൻ പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓള് നിൽക്കുന്ന ഇടവണ്ണ പോയ സമയത്ത് ഓള് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ തലേന്ന് രാത്രി കലഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ പറയാൻ കാരണം? അവിടെ ഒച്ചും വിളി മരിക്കണ രാത്രി അവിടെ കച്ചറുണ്ട് എന്ന് ഓള് പറഞ്ഞു. കച്ചറുണ്ട് എന്ന് ഓള് പറഞ്ഞു. അത് ഓള് പറയണത് അത് വാടക കൊടുക്കുന്നത് സംബന്ധിച്ചാണോ രാഷ്ട്രീയമാണോ എനിക്കറിയില്ല. വാടക കൊടുക്കണതിന് എന്തിനാ കച്ചറ? അല്ല, ഒരു തമ്മിൽ വർത്താനായിരിക്കും എന്ന് പറഞ്ഞാൽ റൂംമേറ്റ്സ് തമ്മിലാണോ പുറത്തുനിന്ന് ആരെയും വന്നിട്ടാണോ? പുറത്തുനിന്ന് ഓള് പറയില്ല. പുറത്തു വന്നല്ല ഓള് പറയണത്. അവിടെ പ്രശ്നമുണ്ട്. അത് ഓള് വിചാരിക്കുന്നത് കൂട്ടുകാർ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഓൻ്റെ കൂടെ താമസിക്കുന്ന പോലെ 8 ആളാണ്. 8 ആളാണ് കൂടെ താമസിക്കുന്നത്. അന്ന് 3 ആളേ ഉള്ളൂ. ആ 3 ആള് ആയിട്ട് വർത്താനുണ്ട് എന്നാണ് ഓള് പറഞ്ഞത്. വർത്താനുണ്ട്, നമ്മൾ വർത്താനുണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പിന്നീട് കച്ചറുണ്ട് എന്ന് പറഞ്ഞു. അത് ഓള് ഇങ്ങനെ പറയണത് രാഷ്ട്രീയമാണോ, വാടകയായിട്ട് ബന്ധപ്പെട്ടാണോ? അതിൽ പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും. രാഷ്ട്രീയക്കാരുണ്ടാവും. പല രാഷ്ട്രീയക്കാരും ലീഗും കോൺഗ്രസും CPM ഒക്കെ ഉണ്ട്. എല്ലാവരും അതിലുണ്ട്. ഇപ്പോൾ അന്നവിടെയുള്ള 3 ആളിൽ എൻ്റെ അറിവിൽ ഒരാൾ മൂത്ത ലീഗുകാരനും മറ്റേ ആൾ കോൺഗ്രസ്സുകാരനും ഇവൻ CPM-കാരനുമാണ്. അവിടെയുള്ള 3 ആളിൽ എന്നാണ് എൻ്റെ അറിവ്. യഥാർത്ഥമൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അതിൽ ഈ അവിടെ കച്ചറുണ്ട് എന്ന് ഓള് പറഞ്ഞപ്പോൾ നിങ്ങളത് പോലീസിനോട് പറഞ്ഞു? ഞാൻ പോലീസിനോട് പറഞ്ഞപ്പം പോലീസ് പറഞ്ഞത് ഒരു 2 മണി വരെ നല്ല ചർച്ച ചെയ്ത് പഠിക്കുകയായിരുന്നു. അപ്പം 2 മണി വരെ ചർച്ച ചെയ്ത് പഠിച്ച് ഹാപ്പിയായ ഒരാൾ പിറ്റേന്ന് രാവിലെ എങ്ങനെ തൂങ്ങി? എന്തിനു തൂങ്ങി? അതൊരു കാര്യമില്ലല്ലോ. ഒരു നല്ല സന്തോഷവാരല്ലേ. പിന്നെ അന്നേരം കിടന്നുറങ്ങിയിട്ട് രാവിലെ തൂങ്ങുമോ? അങ്ങനത്തെ കാരണമില്ലല്ലോ. പിന്നെ ഭാര്യ രാത്രി വിളിച്ചിരുന്നു പറഞ്ഞ്, രാത്രി വിളിച്ചപ്പോൾ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ ഒന്നും അവന് മാനസിക പ്രശ്നമൊന്നുമില്ല. രാവിലെ വിളിക്കാം. അപ്പോൾ ഇത് അതോട് പറഞ്ഞത് പറയാൻ കാരണം അവിടെ വർത്താനുണ്ട് പറയാൻ കാരണം അവള് വിളിച്ചതാണ്. ആ വിളിച്ച സമയത്ത് ഇവരിങ്ങനെ വർത്താനം 2 വട്ടം വിളിച്ചു നോക്കി. അപ്പോഴൊക്കെ ഇവരിങ്ങനെ കച്ചറയാണ്. അത് പോലീസോടും പറയണേയില്ല. അത് പോലീസോടും പറയുന്നില്ല. അപ്പം അതിന് പോലീസിനോട് ഞാൻ പറഞ്ഞപ്പം പോലീസ് പറഞ്ഞത് ഇതാണ്, ഓല് 2 മണി വരെ ചർച്ച ചെയ്ത് പഠിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം വളരെ ഹാപ്പിയാണ്. പിന്നെന്തിനാ ആത്മഹത്യൻ്റെ ആവശ്യം? ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അപ്പം നമുക്ക് ഓരോ വിഷയങ്ങൾ ഇവന് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ പല കഥയും പറയുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾക്ക് ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ആ ലഹരിയായിട്ടൊന്നുമില്ല ഒരു ബന്ധവും. മറ്റേതെങ്കിലും ലഹരിയോ ഉപയോഗിക്കുന്നതോ? വേറെ ഒരു ലഹരിയോ ഉപയോഗിക്കില്ല. കഞ്ചാവോ? ഇല്ല, ഒന്നുമില്ല. വെറും പ്രചരണമാണ്. വെറും പ്രചരണം. വീടായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? സാധാരണ ഉമ്മയായിട്ട് പെങ്ങന്മാരായിട്ട്
വളരെ ഹാപ്പി ആയിട്ടാണ്. ഭയങ്കര സ്നേഹം. സ്നേഹത്തിലാണ്. ഉമ്മാനോടും എല്ലാവരോടും. അല്ല നിങ്ങളോടോ? എന്നോടും അങ്ങനെ തന്നെ. നല്ല എല്ലാ വിഷയങ്ങളും സംസാരിക്കും. അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്ന പ്രശ്നമില്ല. ഇല്ല. ഓനുള്ള വലിയുണ്ട്. മറ്റേ സിഗരറ്റ് വലിക്കും. അത് വലിക്കും. സിഗരറ്റ് വലിക്കലല്ലാതെ വേറൊന്നും ഇല്ല. അപ്പം ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം നിങ്ങൾ പറയണത് ഇതൊന്നും അല്ല ഓൻ്റെ മരണകാരണം. ഇതൊന്നും ഓൻ്റെ മരണകാരണമല്ല. ഇനി ലഹരി ഉണ്ട് എന്നെ പേര് പ്രചരിപ്പിക്കുണ്ടായിക്കൂടെ? ലഹരി ഉണ്ടെങ്കിൽ ആ പേര് വെച്ചിട്ട് കൊല്ലാൻ പറ്റുമോ? അല്ല, ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പോൾ ലഹരി കൂടുതൽ കഴിക്കുന്നുണ്ട്, അടിമപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേര് അവനെ കൊന്നുകളിയല്ലാതെ രക്ഷയില്ല എന്നാരെങ്കിലും വിചാരിച്ചെങ്കിൽ അതിനിവിടെ നിയമമില്ലല്ലോ. ഇനി പോകും ഭയങ്കര അങ്ങനെയാണെങ്കിലും അല്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെ ആണ് തന്നെ വന്നോട്ടെ. പോലീസ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത്. പോലീസ് പറഞ്ഞത് നിങ്ങളെ നാട്ടുകാരും അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇനി നമ്മൾ കയ്യിലേക്ക് വരാം. നിങ്ങളെ സംശയം ഓനെ കൊന്നതാന്നാണ്. ഇപ്പം ഇവിടെ ഇതിൻ്റെ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടല്ലോ. എവിടെയാണ് ഇപ്പോൾ അവൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്? അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഓല മുൻ വിധിയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ഇപ്പം നിൽക്കുന്നത്. പോലീസ് പോകുന്ന ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ്. ആത്മഹത്യയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല, പോലീസ് ഇല്ല. അപ്പം ആത്മഹത്യ അല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. അതിനെന്തൊക്കെയാണ് കാരണമുള്ളത്? ആത്മഹത്യ അല്ല എന്ന് പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഓനില്ല. പിന്നെ ഓൻ ഇത്ര സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാള് എന്തായാലും ഇപ്പൊ ഓന്റെ കോഴ്സ് കഴിയാൻ പോവാണ്. ഓന്റെ കോഴ്സ് കഴിയാൻ ഈ മാർച്ചോട് കൂടെ പിന്നെ ഹൈക്കോടതി കയറാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുമ്പോൾ എല്ലാം തീരുന്ന സമയത്ത് ഒരിക്കലും ചെയ്യൂല. ഓന്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും കോടികൾ തന്നെ ഉണ്ടെന്ന് വെച്ചോളൂ, ഒക്കെ തീർക്കാൻ അവന് കഴിയും. ഓനെ തീർക്കാൻ അവന് കഴിയും. അപ്പൊ ഞാൻ തന്നെ ഇപ്പം എൻ്റെ ഈ കടങ്ങളൊക്കെ ഓന്റെ പണി ജോലിയായിട്ട് വിട്ടാ ആരോടും പറയണ്ട. അതെ അതെ വിചാരിച്ചിരിക്കുകയാണ്. ജോലിയാവുമല്ലോ. ജോലിയായാലും ഇപ്പം എങ്ങനെയാലും മാന്യമായ ശമ്പളം കിട്ടുമല്ലോ. അതിൽ നിന്ന് വിട്ടാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഓൻ്റെ ഭാര്യനെയും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാളും ഒരു നല്ലൊരു നിലയിൽ വില്ലേജ് ഓഫീസറായിട്ട് വരണം എന്നാ ഭാര്യ വിചാരിക്കുന്നത്. അങ്ങ് ആ നിലക്കാണ് ഓളെ പഠനം PhD. അപ്പോൾ ആ നിലക്കാണ് ഓൾ ചിന്തിക്കുന്നത്. അപ്പോൾ രണ്ടാൾക്കും ജോലിയായി. പിന്നെ എല്ലാ പ്രയാസങ്ങളും ആത്മഹത്യ ചെയ്യൂല നിങ്ങൾ ഉറപ്പിച്ചു. ഇപ്പം ഈ ആത്മഹത്യ ഇപ്പൊ ഓന്റെ ആ ബോഡി കിടന്ന രൂപത്തില് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതെന്തൊക്കെയാ? ബോഡി കിടക്കുന്നത് ഞാൻ ഫോട്ടോയിൽ കണ്ടതാണ്, ഞാൻ അവിടെ പോയിട്ടില്ല. ഓന്റെ കാല് പൂർണ്ണമായിട്ടും അവിടെ നിലത്താണ്. ഒരു കാര്യം കിട്ടി, ഓന് ചെറിയ ഇരുത്തുണ്ട്, ഒരു കാല് മറ്റേ കാലും ഇട്ടിച്ചിട്ട് കയറ്റിച്ചിട്ട് ഇരുത്തുണ്ട്. എന്നിട്ടിങ്ങനെ മൊബൈലും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യും. അതേ ഇരുത്തം ഇരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആ ഇരുത്തത്തിൽ പിന്നെ ആട് ബാക്കോട്ട് ഓനെ പിന്നെ എങ്ങനെയോ കൊന്ന് എന്തോ മണപ്പിച്ച് ബോധം കെടുത്തി കൊന്നിട്ട് ആട് പിടിച്ച് കെട്ടി. ഓനെ ചന്തി തന്നെ നിലത്താണ്. കാല് പൂർണ്ണമായിട്ടും നിലത്ത്, ചന്തിയും നിലത്ത്. ചന്തി തലക്കണിമുള്ളത് മാതിരിയാണല്ലോ. ഒരിക്കലും ആ മരണത്തിന് സാധ്യത നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നീച്ചിക്കാവുന്ന സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ. പിന്നെ അവൻ്റെ കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടാണ്. കണ്ണ് ആത്മഹത്യ ചെയ്ത് തൂങ്ങിയ ഒരാളെ കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ടാവുക. ഇവന്റെ കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടാണ്. അത് കാണുന്ന ഫോട്ടോയിൽ കാണില്ലോ. പിന്നെന്താ ഭാര്യക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്നുള്ള ഒരു പ്രചാരണം? ഫോട്ടോ അത് പോലീസ് അങ്ങനെ പറയുന്നു. പോലീസും ഓൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നു. ഈ വൈഫ് അത് പറയുന്നുണ്ടോ? വൈഫ് ഫോട്ടോ കിട്ടി പറയുന്നുണ്ട്. എന്തൊരു ഫോട്ടോ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് എന്താന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പം നമ്മൾ കണ്ണിങ്ങനെ തുറന്ന രീതിയിലുള്ളൊരു ഫോട്ടോ വിട്ടുന്നാ. കണ്ണിങ്ങനെ തുറന്ന് തുറച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴേത് അടച്ചെന്നില്ല? അതെ, അതെപ്പോഴും അടച്ചു. അങ്ങനെ ആ ഫോട്ടോ കിട്ടിയെങ്കിൽ ആ ഫോട്ടോ AI നിർമ്മിത ഫോട്ടോ ആണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ആവാലോ അങ്ങനെ ആവാലോ. കാരണം 10:15 ഓൻ ഓൺലൈനിലുണ്ട്. രാവിലെ 10:15 ഓൻ ഓൺലൈനിൽ കാണുന്നുണ്ട്. ഓൻ എപ്പോഴാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാണാനില്ല. പക്ഷേ ടൈം പറയണ്ടേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയോ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥകൾ എന്തൊക്കെയാണ്? പോലീസിന്റെ ഭാഗത്തുള്ള പോലീസ് തീരെ അന്വേഷിക്കണില്ല. പോലീസിനൊരു താല്പര്യമില്ല. പോലീസ് പറയുന്നത് അത് അന്വേഷിക്കേണ്ടതാണെങ്കിൽ ഡോക്ടർ പറയും. ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിലൊരു അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ അന്വേഷണം വേണ്ട. ഏത് ഡോക്ടറാ അങ്ങനെ പറയാ? മെഡിക്കൽ കോളേജ് ഡോക്ടറല്ലേ? മെഡിക്കൽ കോളേജ് ഡോക്ടർ ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് അന്വേഷണം എടുക്കാം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും. ഡോക്ടർ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്നാലും എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു അന്വേഷണം. ആത്മഹത്യ ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. ആത്മഹത്യ എന്തിനു ചെയ്തു അതൊരു അന്വേഷിക്കും. അത് തീരണമല്ലോ, അത് വ്യക്തമായി തീരണം. അതിന് ഒരു പറയണ കാരണം പിന്നെ ഓന് കുറേ സാമ്പത്തിക ബാധ്യതകളുണ്ട്.
ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ അങ്ങനെ ഒരുപാട്. അപ്പം അതൊന്നുമില്ല. ആ പറയുന്ന ഒന്നുമില്ല, ആ ആ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. അത് പോലീസ് മനഃപൂർവ്വം ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കുകയാണ്. അപ്പം അത് ആരോ ഒരാൾ ഇതിൻ്റെ അതിൻ്റെ പിന്നിലുണ്ട്. പിന്നിലുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അതൊന്നും പറയാൻ കഴിയില്ല, നമുക്ക് ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. നമ്മൾ അപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. കിട്ടിയിട്ടില്ല. പിന്നെ ഈ അവയവങ്ങളുടെ റിസൾട്ടോ, അത് കിട്ടിയില്ല. ഫോറൻസിക് അത് പരിശോധന കുറച്ച് കിട്ടിയില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. അത് 6 മാസമാവുമെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത്. 6 മാസമാവുന്നു. 6 പിന്നെ മാസം. മൊബൈൽ തുറന്നോ? മൊബൈൽ ഇതുവരെ തുറന്നിട്ടില്ല. ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളിപ്പോൾ പോലീസിനോട് അവസാനം സംസാരിച്ചത് അവസാനം സംബന്ധിച്ച് എൻ്റെ മൊബൈലിൽ തരണമെന്ന് ഒരാഴ്ച കൊടുത്തിട്ടുണ്ട്. അതെന്നാ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, ഒരു ഗവൺമെൻറ് ബുധനാഴ്ച അവസാനം പോയി പറഞ്ഞു. അന്നിപ്പോൾ ആത്മഹത്യ എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് 95%, 5% ഒരാടെ വെച്ചിട്ടുണ്ട്. 95% അന്വേഷിക്കാൻ തയ്യാറല്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ എന്താ രതീഷ് എന്നോ എന്താണ് അയാളുടെ പേര്. അവിടുത്തെ സി ഒക്കെ ഉണ്ട്. അപ്പം അത് ഒരു 5% വെച്ചിട്ട് 90% പിന്നെ ആത്മഹത്യയാണ് എന്നാണ് ഒരു പറയണേ. ഒരു അന്വേഷിക്കാൻ ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും, ഡോക്ടർ പറഞ്ഞിട്ടില്ല. അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഓരോ നിലപാട്. ഞാനിത് അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, DGPക്ക് കൊടുത്ത്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ പിന്നെ അന്വേഷണ ഉത്തരവും വന്നിട്ടുണ്ട്. ഇങ്ങോട്ടും പോലെ അനങ്ങുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. അതിന്റെ പിന്നിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഒന്ന് നമ്മളെ മെയിനായിട്ട് അവന്റെ കൂടെ ഇരുന്ന 8 ആളുണ്ടല്ലോ, ഓലെ ശരിക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. നിങ്ങൾ ആവശ്യപ്പെടുന്നത് 8 ആളെ അവരാരെയും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു 10-35 ആൾ ചോദ്യം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താന്നുള്ളത് നമുക്കറിയില്ല. ഓലെ ശരിക്ക് ചോദ്യം ചെയ്താൽ തന്നെ അത് തെളിയും. കാരണം ഓല അറിയാതെ നടക്കൂലല്ലോ. അപ്പൊ ഇവ മരിക്കണ സമയത്ത് ഓലൊക്കെ ആ റൂമിൽ, അപ്പുറത്തെ റൂമുകളിലൊക്കെ ഉണ്ട്. ഓലൊക്കെ റൂമിലുണ്ട്. എന്തായാലും ഒച്ച ഉണ്ടാക്കൂലേ? ഒന്നും ആരും കേട്ടിട്ടില്ല. പിന്നെ ഓൻ്റെ കൂടെ ഇറങ്ങുന്ന ആളെ, കിടക്കുന്ന ആളെന്നെ അന്ന് മാറിക്കിടന്നു. അവിടെ ഉണ്ട്. അതുണ്ടായിട്ട് അന്ന് പോലും മാറിക്കിടന്നിട്ടുണ്ട്. അത് ശരി. അതെന്തുകൊണ്ടാണാവോ? അതെന്താന്ന് നമുക്കറിയില്ല. അറിയില്ല. പക്ഷെ ഇപ്പൊ നേരം വെളുത്താറല്ലേ ആത്മഹത്യ? നേരം വെളുത്തിട്ട് 10:15, 10:14 ഓനെ ഓൺലൈനിൽ കാണുന്നുണ്ട്. 10:14 ഓൺലൈൻ കാണുന്നുണ്ട്. അപ്പം അന്നേരമാണോ ആത്മഹത്യ ചെയ്തത്? മൊബൈല് പിന്നെ മെയിൻ റോഡ് ഡോറ് ഒരടക്കലുണ്ട്, റൂമുകൂടെ ഇത് അടക്കലില്ല. അന്ന് മെയിനും തുറന്നിട്ടുണ്ട്, എല്ലാ റൂമുകളും, എല്ലാ വാതിലുകളും തുറന്നിട്ടുണ്ട്. എന്നിട്ടും ആരും അറിഞ്ഞിട്ടില്ല. ആരാ കാണുന്നത്? ആദ്യം കാണുന്നത് അവിടെ പിന്നെ പാലിയേറ്റീവിൻ്റെ ഒരു പിരിവാരായിട്ട് വന്നിരുന്നു. അവർ കണ്ടു എന്നാണ് പറയണത്. അപ്പോഴും ഇവർ കണ്ടില്ല. ഇല്ല. പിന്നെ ഭാര്യ വിളിച്ചു, അങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോ അപ്പം രാവിലെ അന്നേരം വിട്ടെന്നുള്ളൂ. 10:14 സമയത്ത് വിട്ട്, അറിയില്ല. ആ സമയത്ത് ഫോട്ടോ വന്നപ്പോൾ, അല്ലെങ്കിൽ വരില്ല, ഫോട്ടോ അല്ല, മെസ്സേജ്, ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിലുള്ളത് ഇസ്മായിലിനോടും അസ്ലമിനോടും വീസിനോടും ഇങ്ങനെ പറയണം. ഇസ്മായിൽ ആരാന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മളോടുള്ള ആളെന്നായിരിക്കും ഇത് പറയണമെന്ന് ഓക്കൊരു മെസ്സേജ്. എന്ത് പറയണമെന്നാണ്? VCക്ക് ഒരു 10 റുപ്യ കൊടുക്കാണ്ട്, ഓളെ കണക്കിന്, അവൻ്റെ ഭാര്യയുടെ കണക്കിന് 10 റുപ്യ VCക്ക് കൊടുക്കാണ്ട്. VC അന്ന് 15 റുപ്യ വാങ്ങിയെന്ന് VC പറയുന്നുണ്ട്. VCയോട് മൊത്തം 73 വാങ്ങിന്, അതൊക്കെ പിന്നെ തിരിച്ചു കിട്ടേണ്ടിയിട്ട് കൊടുത്തതല്ല എന്നൊക്കെ VC പറയുന്നുണ്ട്. ആ VCനോട് ഇങ്ങനെ പറയണം എന്നാ, VCനോട് ഇത് പൈസ ആയില്ല, അതുകൊണ്ടാണ് തരാത്തെന്ന് പറയണം. അത് പറഞ്ഞ ആള് പിന്നെ 10 മിനിറ്റ് കൊണ്ട് ആത്മഹത്യ ചെയ്യോ? പൈസ ആയിട്ടില്ല, ആകൈറ്റ തരാത്ത് എന്നുള്ള വിവരമൊന്ന് പറയണം എന്നാണ് അതിലുള്ളത്. പിന്നെ ഇസ്മായിലിനോട് അത് പറയണം, അസ്ലമിനോടും പറയണം. അസ്ലം കാരണം ഓൻ്റെ കൂടെ തന്നെ ഉള്ള ആളാ. ഈ അസ്ലമിനോട് പറയാൻ എന്തിനാ മെസ്സേജ് അയക്കണേ? ഒന്നേ ഇനി അങ്ങനെ ഒരു പൈസ ഇവിടെ ഇപ്പം ആകെ VCക്ക് കൊടുക്കേണ്ടത് 10,000 റുപ്യാണ് അന്നേ. അത് 5-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഏറ്റതാണ്. അപ്പം അതിന് പലപ്പോഴും വാങ്ങിയിട്ട് ഇത് തിരിച്ചു തരണമെന്നും പറഞ്ഞു, തിരിച്ചു തരുമെന്നും പറഞ്ഞു. അങ്ങനെയാണ് VC അങ്ങനെയാണ് സഹായിക്കുന്നത്. തിരിച്ചു തരണം, ഇത് എനിക്ക് തിരിച്ചു തരണമെന്ന് VCയും പറഞ്ഞു, തരാമെന്ന് ഓനും പറഞ്ഞു. അപ്പം 5-ാം തീയതിയാണ് കൊടുക്കേണ്ടത്. 5-ാം തീയതി കൊടുക്കാനായപ്പോൾ എന്തായില്ല, കൊടുക്കാൻ കഴിയണം, പൈസ കിട്ടിയില്ല. 11,000 റുപ്യ ഓടെ അയച്ചു കൊടുത്തു അവൻ്റെ ഭാര്യ. ആ 11,000 അയച്ചു കൊടുത്തതിൽ 6,000 റുപ്യ അവിടുത്തെ വാടകയും മറ്റും ചിലവൊക്കെ ആയിട്ട് കഴിഞ്ഞതിന് ബാക്കി 5 ഓൻ്റെ മൊബൈലുണ്ട്. ഓൻ ആ സമയത്തൊരു പണിക്ക് പോലുണ്ട് എന്നൊക്കെ പിന്നീട് അത് അങ്ങനെ അപ്പം ഞാൻ ഒരു മാസത്തോളം പണിക്ക് പോയിരുന്നു അവിടെ. ഒരു മാസം
ആണ് പോയിട്ട് ലാസ്റ്റ് ഒരു മാസത്തോളം പണിക്കുപോയിന്. എന്തായിരുന്നു? അവിടെ എന്തോ ഒരു പാക്കിങ്ങിൻ്റെ പണി. ഈ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി മുതൽ 2 മണി വരെ നല്ല സമയം. പിന്നെ അവന് ഉറങ്ങിയിട്ട് 2 മണിക്ക് രാവിലെ 2 മണിക്കല്ലേ ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ ക്ലാസ് തുടങ്ങി. അപ്പം അങ്ങനെ ഒരു പണിക്ക് പോലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൈസയും കിട്ടലുണ്ടായിരുന്നു അവന്. അതൊക്കെ നിങ്ങളോട് പറഞ്ഞോ? അത് പറഞ്ഞു. നിങ്ങളോട് റെഗുലർ കോണ്ടാക്ട് ഉണ്ടേനെ? അതൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിന്നെ ആഴ്ചയിൽ ഞാൻ എന്തായാലും അവന് പൈസ അയച്ചു കൊടുത്തിട്ടില്ല. ഈ പൈസ ഉള്ളത് കൊണ്ട് അല്ല, കിട്ടിയത് പൈസ തന്നെ 1500 റുപ്യ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ശരി. ആ പണിയിൽ കിട്ടിയ അത് ശരി 1500 റുപ്യ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ശരി. അത് ശരി. അതൊരു കൊടുക്കണ്ട, ഞാൻ വാങ്ങിക്കൊടുത്ത പൈസ ഉണ്ടായിന്. 5 റുപ്യ വാങ്ങിക്കൊടുത്തിന്, കടം വാങ്ങിക്കൊടുത്തിന്. അപ്പോൾ കൊടുക്കണ്ടേക്ക് 1500 എനിക്ക് അയച്ചു തന്നു. ഇപ്പതേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നെ അയച്ചു തരാം. ഈ 5 റുപ്യാണ് അയക്കണ കാര്യം, ഞാൻ വേറെ വാങ്ങിക്കൊടുത്തല്ലോ. ഞാൻ പിന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പണി ഉണ്ടാപ്പോൾ അത് പറഞ്ഞിരുന്നു. പിന്നെ പണി ഇല്ലാതെയായി. പിന്നെ അതിൽ ഇപ്പോൾ പാർട്ടിയുടെ വലിയ നേതാവായിരുന്നല്ലോ. ഐ മീൻ പ്രസംഗം പാർട്ടിക്ക് വേണ്ടിയാണല്ലോ അവൻ്റെ സമയം, പാർട്ടിക്ക് വേണ്ടിയാണ് അവൻ്റെ എല്ലാം ചെയ്തത്. അപ്പോൾ പാർട്ടി ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ചെയ്തു തന്നത്? എന്താണ് പാർട്ടി ആദ്യഘട്ടത്തിൽ അവൻ്റെ മരണം മുതൽ 3-ന്റെ അന്ന് വരെയുള്ള എല്ലാ ചെലവുകളും എല്ലാ സംഗതികളും പാർട്ടി ചെയ്തു. നമ്മുടെ നാട്ടിലെ പാർട്ടി അതൊക്കെ ചെയ്തു. പിന്നെ അവൻ്റെ കാര്യത്തിൽ അന്വേഷണത്തിൽ പലവട്ടം പോലീസ് സ്റ്റേഷനിലൊക്കെ പലവട്ടം രണ്ടും നട്ടൊക്കെ പോയിട്ടുണ്ട്. പാർട്ടിക്കാരും ഞാനും കൂടി തന്നെ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ ഷെരീഫുമായിട്ട് സംസാരിച്ചിട്ട് വക്കീലല്ല, നമ്മളെ നാട്ടിലെ കെ പി ഷെരീഫൊക്കെ സംസാരിച്ചിട്ട് പിന്നെ സെക്രട്ടറി അടുത്ത് പോകണമെന്ന് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ട് ഒരു പ്രത്യേക അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് ഒരു 1.5 മാസമായി ഈ വിഷയം പറഞ്ഞിട്ട്. അങ്ങനെ VC-നെ ഷെരീഫ് വിളിച്ചിരുന്നു, VC ആയിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഷാദിലുമായിട്ട് സംസാരിച്ചു. എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു, ഇതുവരെ വിളിച്ചിട്ടില്ല, പോയിട്ടില്ല. അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയും ചെയ്തില്ല. ഏരിയ കമ്മിറ്റി ഇപ്പോൾ ഷാദിലുമായിട്ടപ്പോൾ ഞാൻ സംസാരിച്ചത്. ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ഭാസ്കരനല്ലേ? ഭാസ്കരേട്ടന് കുറേ പോലീസിൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്തോ ഒരു കളിയുണ്ട്, എനിക്കറിയില്ല എന്ത് കളിയാണ് എന്ന് പറയാം. എന്തോ ഒരു കളി അറിയുമ്പോൾ പ്രശ്നമാണല്ലോ. അല്ല, ഓല് പിന്നെ വേണ്ടതുപോലെ ഉണ്ട്, ഇറങ്ങണില്ല. ഭാസ്കരേട്ടനോ? നിങ്ങൾ ഭാസ്കരേട്ടനെ കണ്ടിരുന്നോ? ഭാസ്കരേട്ടനും ഫസ്റ്റ് ഞാനും ഭാസ്കരേട്ടനും പിന്നെ നമ്മളെ KP ഭാവി ഒക്കെ വടക്കാണ് പോയത്. ഫസ്റ്റ് പോയത് നമ്മളെ ഭാവിയും ഭാസ്കരേട്ടനും ഒക്കെ ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത്. മൊഴി കൊടുക്കാൻ ഭാസ്കരേട്ടനൊക്കെ അന്നുണ്ട്. ഭാസ്കരേട്ടനൊക്കെ മൊഴി കൊടുക്കാൻ വേണ്ടി ഭാവിയുണ്ട്, പിന്നെ ഞാനും എൻ്റെ അനിയന്മാരും അവിടെ പോയിട്ട്. മറ്റും ചെറിയ അനിയനാണ് ഫസ്റ്റ് മൊഴി കൊടുത്തിരുന്നത്. എന്നാൽ ഞാനവിടെ അല്ലല്ലേ, പിന്നെ പ്രത്യേകം മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുക്കാൻ വേണ്ടി മൂപ്പരും അവരൊക്കെ വന്നിരുന്നു. ആ വന്നതിന് ശേഷം പിന്നെ ഒരൊന്നും പന്തലും മൂപ്പരും ഭാസ്കരേട്ടനും പറയണത് അത് ആത്മഹത്യയാണ്, അങ്ങനത്തെ ഫലപ്രയോഗം കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. പോലീസാണല്ലോ. അങ്ങനൊക്കെ ഒരു പറയുന്നുണ്ട്. അവരൊക്കെ അതങ്ങനെയാണ് പറയണത്. ഭാവി ഉറപ്പിക്കാണ്. ഫസ്റ്റ് തന്നെ ആത്മഹത്യ എന്ന് പോലും എങ്ങനെ തിരിഞ്ഞു? തീരെ ഒരു അന്വേഷണം ഇല്ലാതെ ആത്മഹത്യ എന്ന് ഉറപ്പിച്ച് പറയില്ല എങ്ങനെ? അതാണ് നമുക്കൊന്ന് ഭാസ്കരേട്ടൻ കൊണ്ട് പിന്നെ മറ്റൊരാരെയും പറഞ്ഞത് കേട്ടതേക്കും അറിയില്ല. നിങ്ങളും കേട്ടത് ഭാസ്കരേട്ടനെ ബോധ്യപ്പെടുത്തിയോ? ഇല്ല, ഭാസ്കരേട്ടൻ അതിനല്ല ഇപ്പോൾ പോകണ്ടേ. ഷാദിൽ വന്ന് അതിനോട് വിഷയം പറഞ്ഞപ്പോൾ അത് ഭാസ്കരേട്ടൻ ഏരിയ സെക്രട്ടറി അടുത്ത് പോകണം, ഗൾട്ട് സെക്രട്ടറി അടുത്ത് പോകണം, പാർട്ടി പിന്നിലുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തു തരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ആകുന്നില്ല. പാർട്ടി ഇടപെടട്ടെ അല്ലേ? കാരണം പാർട്ടി ഇടപെടണം. പാർട്ടി ഇടപെട്ടില്ല. പാർട്ടിക്ക് വേണ്ടിയല്ലേ ഓനെ ജീവിച്ചതും മരിച്ചതും പാർട്ടിക്ക് വേണ്ടിയാണ്. ഓൻ ആ പാർട്ടിയായിട്ട് തന്നെ ജീവിക്കും, ആ പാർട്ടിയായിട്ട് തന്നെ മരിക്കും എന്നൊക്കെ ഓൻ യൂട്യൂബിലൊക്കെ പറഞ്ഞിരുന്നത്. ഓൻ ജീവിച്ചതും മരിച്ചതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ്. പക്ഷെ പാർട്ടി ഓനെ വേണ്ടതുപോലെ കണക്കിലെടുക്കുന്നില്ല. ശരിക്കും പാർട്ടിയുടെ രക്തസാക്ഷിയാണ്, അങ്ങനെ പറയാം. അതെ, പാർട്ടി ഓനെ കണക്കിലെടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാണ്. വളരെ സൈലൻ്റ് ആണ് പാർട്ടി. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ അതിലെന്തോ ഒരു കളി ഉണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് കളി? എന്താണ് ഇപ്പം നിങ്ങളൊരു അതിലൊരു സംശയം? അതിൻ്റെ എന്തൊക്കെ ആവാം എന്ന് ചോദിച്ചാൽ, ഒന്നിരിക്കൽ പിന്നെ പാർട്ടിൻ്റെ അകത്തുള്ളവരെന്നെ കൊലപ്പെടുത്തിയോ അറിയില്ല, നമുക്ക് എന്തിനാവാം. പാർട്ടിക്കകത്തൊക്കെ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ എന്തിന് അതുള്ളത് പറയാൻ കഴിയില്ല. അപ്പം എന്തിനെന്ന് ചോദിച്ചാൽ അവൻ്റെ പേരിൽ പല കേസുകളൊക്കെ ഉണ്ടല്ലോ. എന്താ കേസ്? പിന്നെ പാർട്ടിനെ സർക്കാരിനെ വിമർശിച്ച് ചെയ്തിട്ടുണ്ട്.
സർക്കാരിനെ വിമർശനം ചെയ്തിട്ടുണ്ടോ? ആ. എപ്പോൾ? ഇത് ലാസ്റ്റ് സർക്കാരിനെ പിന്നെ സ്തുതിച്ചാണ് എഴുതിയത്. ലാസ്റ്റ് അവസാനത്തെ എഴുതി. അതിനു മുമ്പ് പാർട്ടിൻ്റെ ഭരണത്തെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശിച്ചും പറഞ്ഞിട്ടുണ്ട്. വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരി. വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ പോലെ പോളിറ്റ് ബ്യൂറോ ജോസഫ് എന്താ MC ജോസഫ് അയാളെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. പെണ്ണുങ്ങളാ? അയാളെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അതിൽ പാർട്ടി നമ്മളെ ഏരിയ പാർട്ടി ഇടപെട്ടിട്ട് ഇതിന് പിന്നെ നടപടി എടുക്കാണ്ടക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കണം എന്നിട്ട് അവന് കത്ത് കൊടുത്തിട്ടുണ്ട്. 21 ആ കത്ത് ഇപ്പോഴാണ് കാണുന്നത്. മരണത്തിന് ശേഷം അതൊക്കെ കാണുന്നത്? മരണത്തിന് ശേഷം ഈ കത്ത് ഞാൻ കാണുന്നത് 21-നാണത് ആ കത്ത്. പിന്നെ അപകീർത്തിപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് ഒരു കേസ് തിരുവനന്തപുരം ശാസ്താംകോട്ട കോടതിയിലുണ്ട്. ആരാ അപകീർത്തിപ്പെടുത്തിയിട്ട്? അത് ആരാന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ആ ഭാഗം ഞാൻ പഠിച്ചിട്ടില്ല. ഇവന്റെ പ്രസംഗമായിരിക്കും. ഇവന്റെ പ്രസംഗമോ ഇവരെ യൂട്യൂബോ എന്തോന്ന് അറിയില്ല. പ്രസംഗമാണോ യൂട്യൂബാണോ ഫേസ്ബുക്കാണോ അറിയില്ല. അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ആ കേസ് 2 കൊല്ലം മുമ്പുള്ളതാണല്ലോ. 2 കൊല്ലം മുമ്പുള്ള. അപ്പം അതിന് നടപടിയില്ലാത്തത് കൊണ്ട് ഇപ്പം 2 ആഴ്ച മുമ്പ് ഓന് വാറണ്ട് വന്നിട്ടുണ്ട്. അത് ശരി. മരണത്തിന് ശേഷം? ആ കേസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ല? എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ഒന്നുണ്ട് എന്ന് ബാബ പറഞ്ഞനുസരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്രസ്സ്. അപ്പൊ പാർട്ടിക്ക് അകത്തോന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? പാർട്ടിന്റെ അകത്തും ഓന് പ്രശ്നമുണ്ട്, പുറത്തും ഉണ്ട്. അകത്തും പുറത്തും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം, ആര് ചെയ്തു എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല, നമുക്ക് കഴിയില്ല. അപ്പോൾ അതിൽ ഈ അൻവർ ഖാൻ്റെ കൂടെ പോകും എന്നുള്ളൊരു ശ്രുതി കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. അൻവർ ഖാൻ്റെ കൂടെ പോകും എന്നുള്ളൊരു ശ്രുതി ഉണ്ടായിരുന്നു. അൻവർ ഖാനായിട്ട് ചർച്ച നടത്തിനോ? അത് ഞാൻ അറിയില്ല. ചർച്ച നടത്തിയിട്ടുണ്ടാവും. ചർച്ച നടത്താതെ അങ്ങനെ പറയല്ലോ. അപ്പം നമ്മൾ കേട്ടത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് കേട്ടതാണ്. ഓനോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഓൻ പറഞ്ഞു കേട്ടത് അൻവർ ഖാനെ വിളിച്ചു തന്നു, ഓൻ്റെ കടങ്ങളൊക്കെ വിട്ടന്നു, പിന്നെ ഓനെ പഠിക്കാൻ വേണ്ടി സഹായിക്കാമെന്നും 10 ലക്ഷം രൂപ കൊടുക്കാമെന്നൊക്കെ അൻവറൊക്കെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഉള്ളതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അൻവർക്ക് അവനെ വിളിച്ചു എന്ന് അൻവർക്കൻ്റെ ഒരു ഉമസ്തൻ ഒതായിലുള്ള ഒരാളല്ലേ, സക്കരിയാണ് പേര്, സക്കരിയക്കാരൻ. അവരും സക്കരിയെന്ന് തോന്നുന്നു. വൈഫും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു മരിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള പിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. എന്തേ പിന്നെ മൂവ്മെന്റ് ഉണ്ടായതൊന്നും നിങ്ങൾ അറിയില്ല? ഇന്ന ആള് കൊന്നു എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. അത് നമുക്കറിയില്ലല്ലോ. അറിയാത്തൊരു കാര്യം പറയാൻ പറ്റൂല. അത് നമുക്കറിയില്ല. അത് പാർട്ടിക്കാരാണോ സംശയിക്കാൻ പറ്റിയ കാരണങ്ങളുണ്ട്, പുറത്തുള്ളവരാണോ സംശയിക്കാൻ പറ്റിയ കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെ കൊണ്ട് ഇന്നോരെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകം തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഓനില്ല. അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ ആ കഥകളാണ് ഇപ്പൊ പോലീസും പാർട്ടിക്കാരും പറയുന്നത്. പാർട്ടി ഈ വിഷയത്തിൽ ഓൻ ജീവിച്ച് മരിച്ച പാർട്ടി ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് ഉണ്ട്. ഇതല്ലേ ഇപ്പൊ ഇതിലെ വിഷയം? നല്ല പരാതി ഉണ്ട്. ഇനി വേറെ നല്ല അമർഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പാർട്ടിക്കാർ വന്നാൽ അത് പറയണം. പറയല്ലോ, എന്തായാലും പാർട്ടിക്കാർ വന്നാൽ പറയല്ലോ. നമുക്ക് അതിൽ അമർഷമുണ്ട്. പാർട്ടിക്കാർ പോലെ ഇതിപ്പോ ഫസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്ത് 3 വരെ എല്ലാ സംഗതികൾ പോലെ ചെയ്ത് അതിലെല്ലാ സംഗതി ചെലവും കാര്യം നമ്മളെ നാട്ടുകാരാണ്. നാട്ടിലെ സഖാക്കളാണ്, എപിക്കാരാണ്, ഓൻ്റെ സുഹൃത്തുക്കളാണ്. ലോ കോളേജിൻ്റെ ആൾക്കാർ എന്നെ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചോ നമുക്ക് സംശയമുണ്ട്. അതെന്താ കാരണം? മർക്കസ് ലോ കോളേജ് സംശയം പറയണ്ടേ? തീർച്ചയായിട്ടും അതിനാണല്ലോ ഓല് ചെയ്തു എന്ന് ഞാൻ പറയണ്ട. അതെന്താ? അതായത് ഓൽക്കർ ചീത്തപ്പേര് വരുമോ? ഓൽ ചെയ്തു എന്നല്ല, ചെയ്യേണ്ട ആവശ്യമില്ല. ഓൽ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഓൾക്ക് ചീത്തപ്പേര് വരുമോ എന്ന് എടുത്ത് അതങ്ങനെ അന്വേഷിക്കണ്ട. ഞാനൊരു മൊയ്യാറല്ലേ, പാപ്പൊരു മൊയ്യാറല്ലേ, അയാൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പം നിങ്ങളൊരു സാധുവായ ഒരു മനുഷ്യനായതുകൊണ്ട് ഇത് ഓടിയെത്താത്തതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളിങ്ങനെ തുറന്നു പറയാൻ തയ്യാറായത് അല്ലേ? ആരും നിങ്ങൾ കേൾക്കാം. ഇപ്പം ആ മരണസമയത്ത് കുറേ ആൾ വന്നിരുന്നല്ലോ. ഇപ്പം ജലീൽ വന്നിരുന്നു, അൻവറാക്ക വന്നിരുന്നു. ഇവരൊക്കെ വന്നിട്ടും ഇവരൊക്കെ പിന്നെ എന്താ പറഞ്ഞു പോയത്? പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു. അതിനെ പിന്നെ ഓല വിളിച്ചത് ഒരു വിവരവും ഇല്ല, അഡ്രസ്സും ഇല്ല. നിങ്ങൾ വിളിച്ചു നോക്കിനെ? ജലീൽക്കാരെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം എന്താ പറഞ്ഞേ? അത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടട്ടെ വേണ്ട ചെയ്യാന്ന് പറഞ്ഞു. കേട്ട് ജലീൽ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ
ഇപ്പോൾ പിന്നെ പാർട്ടിയുടെ നേതാക്കൾ ആരെയും വന്നേനെ? പാർട്ടിൻ്റെ നേതാക്കൾ ഇപ്പം പിന്നെ വസീഫ് വന്നു, ഉം. ജില്ലാ സെക്രട്ടറി വന്നു, ഉം. പിന്നെ ഓലൊക്കെയാണ് വന്നത്. ആ. ഓലൊക്കെ എന്താ പറഞ്ഞേ? ഓലൊക്കെ ഓലൊക്കെ തന്നെ ഓലൊക്കെ എന്തായാലും തന്നെ കൂടെ ഇതന്നെ ഉണ്ട്. പറയുന്നത്. ഓലൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, ആ എപ്പോഴും ആ നമ്മളെ കൂടെ ഉണ്ട്. ആ. പക്ഷെ ആരുമില്ല, ആരുമില്ല, നിങ്ങൾ ഒറ്റപ്പെട്ട് ഒറ്റക്കുള്ളൂ. ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നടക്കുകയാണ്. പേപ്പറുകൾ ഇങ്ങനെ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് നീക്കി വെച്ചാൽ അബുവിന്റെ മരണം കൊണ്ട് ആകെ നഷ്ടം ഉണ്ടായത് നിങ്ങൾക്കാണ്. എനിക്കാണ്. എനിക്കത് കോടികളുടെ നഷ്ടമുണ്ട്. കാരണം വെച്ചാൽ അബുവും പോയി, അവൻ പോയി, ഓൻ്റെ പേര് വന്ന കടം, അത് ഇപ്പോഴും ഉണ്ട്. ഓൻ്റെ കടങ്ങൾ വീട്ടണം. ആ. അതിന് നമുക്ക് മാർഗ്ഗമില്ല. ആ. അത് നമ്മൾ ഉണ്ടാക്കണം. അത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ അതെ. ഓൻ്റെ കടങ്ങളുണ്ട്. വീട്ടിലേക്ക് വല്ല സഹായം ആരും ചെയ്യാൻ തയ്യാറായ പാർട്ടി ആവില്ല. ആരും ഒരു സഹായവും ഇല്ലില്ല. പിന്നെ എടുത്ത് അല്ല തന്നിട്ടില്ല അല്ലേ? അങ്ങനെ ദൂരിൻ്റെ പാർട്ടി ആകുമ്പോൾ അങ്ങനെ ഒന്നുമില്ലേ? പിന്നെന്താ അതുണ്ടായില്ല. തീർച്ചയായിട്ടും. പലരും ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തേ വേണോ? അങ്ങനെ എന്തെങ്കിലും സഹായം അല്ല വേണോന്നല്ല, ആരും കിട്ടിയോ തന്നോന്ന് ആ ചോദിക്കുന്നുണ്ട്. ആരും തന്നിട്ടില്ല ആരും ഇതുവരെ. ഒരു റുപ്യ ആരും ഒരു റുപ്യ സഹായിച്ചില്ല. ആരും ആ നിൽക്കാൻ സാധിച്ചു. ശരിക്കും നിങ്ങൾക്ക് എത്ര ബാധ്യത ഉണ്ട് ടോട്ടല്? എനിക്കിപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ട്. ഉണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ വന്ന ബാധ്യത. അത് മോനെയും മോളെയും പഠിപ്പിക്കാനും ആ. അത് അല്ലൊക്കെ മൊത്തത്തിൽ 20 ലക്ഷത്തി റുപ്യൻ്റെ ബാധ്യത എനിക്കുണ്ട്. ഉം. അതിൽ 10 ലക്ഷം ഇവനിക്ക് വേണ്ടി വന്നേ തന്നെ. അബുവിന് വേണ്ടി മാത്രം. അബുവിന് വേണ്ടി മാത്രം വന്നതാണ്. ഓന് കൂട്ടുകാരും പിന്നെ നമ്മളെ വീശിയും മറ്റും അവളെ അദ്രമാക്കി കണ്ടെങ്കിലോ? കണ്ടെങ്കിൽ ഓരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. ഭാസ്കരേട്ടനും കൊടുക്കുന്നുണ്ട്. ഭാസ്കരേട്ടനും സഹായിക്കണ്ടേ? ഭാസ്കരേട്ടനും സഹായിക്കുന്നുണ്ട്. എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്. ഓന് ശരി ശരി. നമ്മളെ ഷെരീഫ് കൊടുക്കുന്നുണ്ട്. ആരോടൊക്കെ പൈസവും വാങ്ങുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന 5 റുപ്യ അല്ലേ, അത് മതിയാകുന്നില്ല. അതെ അതെ അതെ. പിന്നെ യൂട്യൂബ് ആണെങ്കിൽ 4 കൊല്ലത്തോളമായിട്ട് യൂട്യൂബ് വേണ്ടതുപോലെ ഇല്ല. അത് ശരി. 4 കൊല്ലം പണത്ത് മുഴുകില്ലേ? പണത്ത് മുഴുകിയത് കൊണ്ട് 4 കൊല്ലത്തോളമായിട്ട് യൂട്യൂബ് വേണ്ടത്ര ഇല്ല. വളരെ പഠനത്തിൽ വളരെ ഉഷാറായിരുന്നു. പഠനത്തിൽ ഉഷാറായിരുന്നു. അത് ലോ കോളേജിൽ നിങ്ങൾ അന്വേഷിച്ചിരുന്നു? ഓൽക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. ശരി. ഉസ്താദ്മാർക്കും അവിടുത്തെ ഉസ്താദ്മാർക്കും മാഷന്മാർക്കും ഓലൊക്കെ പഠിക്കുന്ന ഇപ്പം ലോ കോളേജുകാർ പിന്നെ നിങ്ങളെ ബന്ധപ്പെട്ടിനോ? എന്തെങ്കിലും കോളേജുകാർ അന്ന് പിന്നെ മരിച്ചിട്ട് അത് ബന്ധപ്പെട്ട് അന്നിങ്ങനെ വന്നു എന്നല്ലാതെ പിന്നെ ബന്ധപ്പെട്ടില്ല. ഒരു അനുസ്മരണോ പരിപാടിയോ ഒന്നുമില്ല. ഓൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അസ്ഗരി, ഹക്കീം അസ്ഗരി. അല്ല ഓലെ അടുത്ത് മൂപ്പറൊന്നും വന്നു നോക്കിയിട്ട് പോലും ഇല്ല. അത് ശരി. എപ്പിസ്ഥാന്റെ മോനെ, ലോ കോളേജിന്റെ ഓണർ ഒരു ബന്ധേന് നല്ല ഒരു ബന്ധം നമുക്ക് മനസ്സിലായത്. നിക്കായ തന്നെ പിന്നെ അസുഖനോട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞോട്. ഇങ്ങോട്ട് അസേരി നടത്തിയത്? അല്ല, നടത്തിയത് നജൂസ്താദാണ്. നജൂസ്താദ് നടത്തിയത്. ഞങ്ങൾ മൂപ്പരെ കൊണ്ടാണ് നടത്തിയത്. ചില കാരണങ്ങളുണ്ട്. അസുഖനോട് കുഴപ്പമൊന്നുമല്ല. നമുക്ക് ആര് നടത്തിയാലും കുഴപ്പമില്ല. അതെ അതെ. അതിലൊന്നും നിങ്ങൾക്ക് സന്തോഷമുള്ളൂ അല്ലേ? നമുക്ക് പാർട്ടിയൊന്നും അതിലില്ല. നമുക്ക് ചില മസ്തലകളുണ്ട്. അതല്ലാതെ വേറെ പാർട്ടി AP ആയാലും പാടില്ല, EK ആയാലും പാടില്ല, സംസ്ഥാനം ആയാലും പാടില്ല, ദക്ഷിണായാലും പാടില്ല. ആരായാലും നമുക്ക് വിഷയമില്ല, ശൂന്യമായാൽ മതി. നമുക്ക് അത്രേ ഉള്ളൂ. മൂപ്പര് ബന്ധപ്പെടുക വിളിക്കൊന്നും ചെയ്തില്ല? ബന്ധപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ലോ കോളേജുകാർ പിന്നെ ഒരു തരത്തിലുള്ള ബന്ധവും നടത്തിയിട്ടില്ല. ശരി ശരി. അപ്പോൾ ഓന് ഇത്തരം ഇനി വളരെ ഓപ്പണായിട്ട് ചോദിച്ചാലേ, ഇപ്പം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ പഠിക്കണ സ്ഥാപനത്തിന് അറിയാലോ? അറിയാം. അങ്ങനെ എന്തെങ്കിലും ഓല് പറഞ്ഞോണോ പിന്നീട്? ഇപ്പം ഈ പറഞ്ഞ ലഹരി ഉണ്ടെങ്കിൽ കോളേജിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാവുമല്ലോ. ഇനി അതല്ല ഓനെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഓനെതിരെ അവിടെ വന്നോ? അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു എന്നോട് പറയണ്ടേ? ഓലുണ്ടേ പറയണ്ടേ അല്ലേ? ഓലിങ്ങളെ അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പറയണ്ടേ? ഈ പാർട്ടി തന്നെയാണ്, പാർട്ടിക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അറിയും എങ്കിലും ഓല എന്നോട് പറയണ്ടേ? അല്ലെങ്കിൽ ഓല എന്നെ നിർത്തിക്കണ്ടേ? പാർട്ടി എന്ന നിലയിൽ അത് നിർത്തിക്കാൻ അങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്തിക്കാനുള്ള അവകാശം ഓൽക്കുണ്ടല്ലോ. ഓല് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറയാനും അധികാരമുണ്ടല്ലോ. സംയുക്തമായിട്ട് നിർത്താൻ സംവിധാനം നമുക്ക് ചെയ്യാമല്ലോ. ആരും ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഈ മരണത്തിൽ നിന്ന് റിക്കവർ ആയോ? ഉമ്മ പിന്നെ കൺകായുസ്ഥാൻ്റെ മോളല്ലേ. ഉമ്മ പിന്നെ വലിയ തവക്കുലിൻ്റെ ആളാണ്. അതുകൊണ്ട് എത്ര മറികടന്നു. ശരി. ബാക്കിയുള്ളവർക്കാണ് വിഷമം. ഉമ്മാക്കത്രല്ല. ഉമ്മാക്കത്രല്ല വെച്ചാൽ ഉമ്മ വലിയ തവക്കുലിൻ്റെ ആളാണ്. ഒരു മരുന്ന് പോലും കുടിക്കാത്ത ആളാണ്. അവർ രോഗം വന്നാൽ രോഗം അല്ല തന്നു അല്ല മാറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് വിഷയമല്ല. വാപ്പാനെയാണോ അതോ പെങ്ങന്മാരെയൊക്കെ? ഈ അബുവിന്റെ മരണം ഏറ്റവും എഫക്ട് ചെയ്തത് ബാക്കിയുള്ള എല്ലാവരും എഫക്ട് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങൾ, വാപ്പാനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ അളാപ്പാരാണെങ്കിലും അവർക്കൊക്കെ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മാക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മ അത് പുറത്ത് കാണിക്കുന്നില്ല. ശക്തയായി നിൽക്കുകയാണ്.
അത് പടച്ചോനല്ലേ, അള്ളാഹു ഒരു കാരണം ഉണ്ടാക്കുന്നതാണ് സബബ്. സബബ്. പടച്ചോൻ്റെ കാര്യമില്ലാതെ ഒന്നും നടക്കൂല എന്നുള്ള ഓരോ ഉറച്ച നിലപാടുകാരിയാണ്. ശരി. എന്തെല്ലാം 10 പ്രതീക്ഷകളായിരിക്കും പ്രസവം നടത്തിയത്. 10 പ്രസവം നടത്തിയിട്ട് ഒരു ഗുളിക പോലും കുടിച്ചിട്ടില്ല ഇതുവരെ. അവസാനത്തെ കുട്ടി എത്ര വയസ്സുണ്ട്? അതുകൊണ്ട് 2 ഇരട്ടകളാണ്. അവർക്ക് 10 വയസ്സായി. അത് ശരി. അങ്ങനെ ഓളങ്ങനെ ഒരു ഉയർന്ന നിലപാടുള്ള ആളാണ്. അപ്പോൾ ഒരു പ്രത്യേക ഹാലിലുള്ള ആളാണ്. പ്രത്യേക ഹാലുള്ള ആളാണ്. അതുകൊണ്ട് അത് വിഷയം വല്ലാതെ വിഷയാക്കേണ്ടതില്ല. അതാണ് അത്ര വലിയ വിഷയമല്ല. ഞങ്ങൾക്കൊക്കെയാണ് വലിയ വിഷമം. ഉപ്പ എന്നുള്ള നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ല. 4 മാസം കഴിഞ്ഞു. അതെ 4 മാസം. ഞാൻ അന്ന് വന്നതിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടിട്ട് 1 മാസമായി. ഞാൻ അന്ന് ചെയ്യാതിരുന്ന അന്നും നിങ്ങൾ മാനസികമായി നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നാൽ വേണ്ട വിധത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ വന്നിട്ടിപ്പോൾ ഇതായല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് പറയണം, 4 മാസമായിട്ടും എവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണമില്ല, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല, ആളുകൾ ഇടപെടുന്നില്ല. ഇത്ര ലൈം ലൈറ്റിൽ നിന്ന ഒരു പയ്യൻ മരിച്ചിട്ട് ആരും ഇടപെടുന്നില്ല. അതിലെന്തോ ഒരു സംഗതി ഉണ്ട്, എന്തോ ഒരു ദുരൂഹതയിലുണ്ട്. അതെ, ഇത് ശരിക്കും ദുരൂഹ മരണം തന്നെയാണ്. ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പോലീസുകാർക്ക് വലിയ VIP ക്കാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് തെളിയിക്കും. അതെ ഇവൻ വലിയ VIP അല്ല, സാധാരണക്കാരനല്ല. അവർക്ക് തിരിഞ്ഞിട്ടില്ല. അതെ പോലീസുകാർക്ക് അത് തിരിഞ്ഞിട്ടില്ല VIP എന്നുള്ളത്. പക്ഷെ അതിലും വലിയൊരു VIP അപ്പുറത്തുണ്ടോ എന്നുള്ളതാണ് അപ്പൊ സംശയിക്കണ്ടേ അല്ലേ? അവനേക്കാളും വലിയ VIP അപ്പുറത്തുണ്ടാവുമല്ലോ. അതെ, അങ്ങനെയാവും. ഒരു സെക്കൻഡ് കൊണ്ട് തെളിയിക്കാൻ അവർക്ക് കഴിയുമല്ലോ. അതെ ഒരു കയ്യേറ്റില്ല, പോലീസുകാർ തുറക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അതിനുള്ള സംവിധാനം നമ്മളെ കേരളത്തിലില്ല. ഇതാ പിന്നെ ഇപ്പോൾ ഈ ഭയങ്കര പോലീസ് പറഞ്ഞത് അത് കോടതി കൊടുത്തിട്ട് കോടതി ഹൈദരാബാദിക്ക് അയച്ചിട്ട് അവിടുന്ന് തുറന്നു വരണതാണ്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് മൊബൈൽ വേണമെന്ന് പറഞ്ഞല്ലോ അല്ലേ? മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വക്കീലിനേറ്റ് വരണമെന്ന് ചോദിച്ചു. കമാണ്ടങ്ങളുടെ പരാതി എന്ന് പറഞ്ഞ് പരാതി അവിടെ കൊടുത്തിട്ട് ആഴ്ചയായി. ഫോണേറ്റ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പോലീസ് നിങ്ങൾക്ക് ഈ വിഷയം ഇതുവരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ല എന്താണ് അതിൽ സംഭവിച്ചത്? ഇല്ല. പാർട്ടിയോട് നിങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ സാദിലിനോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുക? ഓലക്ക് വാങ്ങാക്കൂല, നമ്മൾ വരാം, വേണ്ട ചെയ്യാം, ക്രൈം ബ്രാഞ്ചിനെ കൊണ്ടെങ്കിൽ അന്വേഷിപ്പിക്കാം, ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് ഷാദിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേരിട്ട് പോയി കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. 4 മാസമായിട്ട് ആരും ഒന്നും അനങ്ങിയിട്ടില്ല. അതൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ ഒന്നും ആർക്കൊന്നും എത്തിയിട്ടില്ല. നമ്മളെ ഇനിയിപ്പം ഇനിയിപ്പോൾ വേറൊരു സംഗതി പോലീസ് ഇപ്പോൾ പറയണ്ടല്ലോ, പല കാരണങ്ങളും പറയുന്നുണ്ട്. ഓന് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന്, മുന്നതിന് ശ്രമിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? അങ്ങനെ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇപ്പോഴും അറിയില്ല. അങ്ങനെ സംഭവം ഉള്ളതായിട്ട് അറിയില്ല. അത് ഓനോ അല്ല അവൻ്റെ കൂട്ടുകാരോ അവൻ്റെ ഭാര്യയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ ഭാര്യ ഇപ്പോൾ പറയുന്നുണ്ടോ മുന്നേ ചെയ്തതെന്ന്? ഭാര്യ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പോലീസിനോട് പറഞ്ഞാൽ പക്ഷേ അത് പെരേന്ന് എന്തോ ചെയ്തു എന്നാണ്. ഓളെന്തോ പിന്നെ സാമ്പത്തികമായിട്ടോ മറ്റോ എന്തോ വിഷയമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു. അതുകൊണ്ട് ഓൻ വാതിലടച്ചിട്ട് എന്തോ കാട്ടിയിട്ട് വാതിലടച്ചിട്ട് പിന്നെ ഓൾ താഴെ വന്നിട്ട് എൻ്റെ മോളെ റാഷിദാനെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ എന്താ ഞാൻ ഓളെ പേടിപ്പിക്കാൻ വേണ്ടി ആക്കി പറഞ്ഞില്ല എന്ന് പറയും ചെയ്തു. അതിപ്പോൾ സ്വാഭാവികമാണ്. അതാണ്. പിന്നെ ഒന്ന് എരിവശം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് അടിവാരത്തുനിന്ന് എരിവശം കഴിച്ചു എന്നും, എന്നിട്ട് ഈ സുഹൃത്തിനോട് 1000 റുപ്യ വാങ്ങി പിന്നെ ഡോക്ടറെ കാണിച്ചു, അങ്ങോട്ട് പെരയെ കൊണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഡോക്ടറെ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ കാണിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു. അതാരാ പറഞ്ഞത്? പോലീസാ പറഞ്ഞത്. പോലീസ് നിങ്ങളാണ് ചോദിക്കണത്. പോലീസ് പറഞ്ഞ കഥയത്. പോലീസ് പറഞ്ഞ കഥയാണ്. ആത്മഹത്യ ചെയ്തു പോലീസിനോട് ആരോ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസ് പറയാണ്. അപ്പം അങ്ങനെ എരിവേഷം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. എരിവേഷം കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ ഡോക്ടറെ കാണിച്ചു. 1000 റുപ്യ സുഹൃത്തിനോട് വാങ്ങി ഡോക്ടറെ കാണിച്ചു, പെരയെ കൊണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോഴേ പിന്നെയാണ് നമ്മൾ ചോദിച്ചത് ഏത് ഡോക്ടറെയാണ് കാണിച്ചത്. അത് പിന്നെ ഒരു കാര്യം ചോദിക്കണം, ഏത് ഡോക്ടറെയാണ് കാണിച്ചതെന്ന് പിന്നെ ഒരു സമയത്താണ് ചോദിക്കണം. അന്നേരം ചോദിച്ചില്ല. അപ്പോൾ തന്നെ ശരിക്കണ്ട. അതെ അപ്പോൾ തന്നെ വലുത് പൊളിഞ്ഞല്ലോ. അതെ. അപ്പോൾ ഏത് ഡോക്ടറാണ് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. എന്നാൽ അതിൻ്റെ ബില്ല് കാണുമല്ലോ, കമ്പ്യൂട്ടറിൽ ബില്ലുണ്ടാവുമല്ലോ. ഡോക്ടറെ കാണിച്ച് ഏത് ക്ലിനിക്കിൽ പോയാലും കമ്പ്യൂട്ടറിൽ ബില്ലുണ്ടാവുമല്ലോ. എന്നാൽ അത് കാണിക്കണം എന്നുള്ള നിലയ്ക്കാകുമ്പോൾ ഏത് ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ബില്ലുണ്ടാവുമല്ലോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം. അപ്പോൾ ഏത് ഡോക്ടറെയാണ് കാണിച്ചത്? അപ്പോൾ പറഞ്ഞ് കാണിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോലീസ് തന്നെ പറയണേ ഡോക്ടറെ കാണിച്ചിട്ടില്ല. പിന്നെ എലിവശം കഴിച്ച പോലും പിന്നെ എങ്ങനെ ജീവിച്ചല്ലോ? അതെങ്ങനെ അതാ തിരിയാത്തത്. ഈ എരിവശം കഴിച്ച ആൾ പിന്നെ എങ്ങനെ ജീവിച്ചു? അതെ നമുക്ക് തിരിയാത്തത്.
അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ അത് അറിയില്ല. ഭാര്യനോട് പറഞ്ഞോ പറഞ്ഞോളെന്നുള്ള അരിവശത്തിൻ്റെ കാര്യം ഭാര്യ പറയണില്ല. നിങ്ങളോട് പറയണില്ല. പറയണില്ല. പക്ഷെ പോലീസിന് മൊഴി കൊടുത്തു എന്നാണ് പോലീസ് പറയണത്. പോലീസ് പറയണത് ആ, ആ, ഓൾക്കറിയാലോ, കുട്ടിയൊക്കെ അറിയാലോ എന്ന് പറയുന്നുണ്ട് പോലീസ്. ആ, ആ. അപ്പോൾ അത് ഇതാണ് സംഭവം. ഉം, ഇതാണ് വീട്ടിൽ നിന്ന് എന്തോ പിന്നെ ഓടിയിട്ട് എന്തോ ചെറിയ ഇതിൽ അത് കുറേ മുമ്പാണ്, ഇപ്പോൾ അടുത്തൊന്നുമല്ല, കുറേ എന്തോ ഇതിൽ ഉം, ഉം. പിന്നെ ഓൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എന്തോ കാര്യം തൂങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ്. ഉം, ഉം. പക്ഷെ വാതിലടച്ചിട്ടുള്ളൂ. അതെ അതെ അതെ. വാതിലടച്ച് കുറച്ച് പിന്നെ ഓള് വളർന്ന് ചെന്നിട്ട് കൊണ്ട് കുറച്ച് പോയി നോക്കുമ്പോൾ ഓനാണ് സാധാ പോലെ കിടക്കുന്നുണ്ട്. കിടന്നുറങ്ങുന്നുണ്ട്. ഓൻ മറ്റോള് അവിടെ കിടക്കുന്നുണ്ട്. മറ്റോള് വാല് തുറക്കാൻ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ ഒരു സംഗതിയെ കണക്കാക്കാൻ പറ്റില്ല. അത് പക്ഷെ സംഗതി ഇത് വളരെ കണക്കാക്കാൻ പറ്റില്ല. ഇത് വളരെ പ്രശ്നമാണല്ലോ. ഇപ്പൊ എലിവശം ഇരുവശം കഴിച്ചു കഴിച്ചു എന്ന് പറയണമെങ്കിൽ എന്നിട്ട് ഡോക്ടറെ ആശുപത്രി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ, പിന്നെ പറയുന്നത് അത് പിന്നെ ഓൻ തന്നെ എന്ത് ചെയ്ത് അത് അറിയിക്കണ്ട, ഡോക്ടറെ അറിയിക്കണ്ട എന്ന് പറഞ്ഞു. എലിവശം കഴിച്ച ഒരാള് ഡോക്ടറെ കാണിക്കണ്ട എന്ന് ഓൻ പറഞ്ഞു. ആ, ആ. ഡോക്ടറെ കാണിക്കണ്ട, കാരണം അത് എനിക്ക് പ്രശ്നമാണ്, അവൻ്റെ ഈ പഠിത്തത്തിനെന്തോ തടസ്സം ഇതാവും എന്നൊക്കെ എന്തല്ലോ പിന്നെ ഓൻ പറഞ്ഞു. അത് പോലീസ് പറഞ്ഞു. അതും പോലീസ് പറഞ്ഞേ. ആ, ഞാൻ അരിവശം കഴിച്ചില്ലെങ്കിൽ എന്താണ് ഡോക്ടറെ കാണിക്കണ്ട. കാണിക്കണ്ടല്ലേ, മരിച്ചൂലേ? പിന്നെ അരീക്കോടുള്ള ഒരു ഡോക്ടർ അതിനെന്താ മാർഗം പറഞ്ഞു കൊടുത്തു എന്ന് പിന്നെ പറയുന്നുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് മൂന്നാമത്തെ വട്ടം ആ, ആ. അരീക്കോട് ആ ഡോക്ടർ ഏതാ? ആ ഡോക്ടറെ അയാളോട് ചോദിച്ചാൽ അറിയുമല്ലോ. ആ ഡോക്ടറെ അതായത് ഡോക്ടർ പിന്നെ അങ്ങനെ മാർഗം പറഞ്ഞു കൊടുത്തു. അതൊക്കെ മാർഗം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അരീക്കോട് ഡോക്ടറെ വിളിച്ച് അയാളോട് ആഴത്ത് എത്താൻ നേരം വേണ്ടേ. ആ, ആ. അരീക്കോടുള്ള ഡോക്ടറെ വിളിച്ചിട്ട് അരീക്കോടുള്ള ഡോക്ടർക്ക് ആഴത്ത് എത്താൻ അയാൾ ചികിത്സ നിർദ്ദേശിക്കാൻ മാർഗം വേണ്ടേ. ഉം, ഉം. വിഷം കഴിച്ച അയാൾ ഒരു 2 മണിക്കൂറോട് ജീവിക്കുമോ? അതെ 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 അതിന് 1-2 മണിക്കൂർ സമയം വേണ്ടേ അതെ അതെ ആ ഡോക്ടർക്ക് എത്താൻ. ആ, ഈ വിഷം കഴിച്ച ഒരാളെങ്ങനെ അത്രയും സമയം അവിടെ ജീവിക്കുമോ? പെട്ടെന്നൊരു ഡോക്ടറെ അവളെ കാണിക്കല്ലേ ചെയ്യുക. അതെ അതെ അതെ. അപ്പോൾ ആ കാണിച്ച ഡോക്ടർ ഏതാണ്? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ വെറും ഒരു തട്ടിപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്, ആകെയുണ്ട്. ആകെ ദുരൂഹത ഉണ്ട്. അത് പോലീസാണ് പരിഹരിക്കേണ്ടത്. പോലീസ് ആ ഭാഗം തന്നെ തിരിഞ്ഞു നോക്കണില്ല. കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ട്. നിങ്ങൾ നീതി തേടുന്നുണ്ട്. അവന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, ആ, നല്ല ഭാവി, ഉം, നല്ല ഭാവി തന്നെ അവനുണ്ടായിരുന്നു. ഉം. ആ ഭാവി എന്തായി? ഈ പാർട്ടിനെ കൊണ്ട് നശിച്ച്. പാർട്ടിനെ കൊണ്ട് അതെ അതെ. ഇപ്പം നിങ്ങൾക്ക് ഓനെ പാർട്ടിയിൽ വിട്ടതിൽ വലിയ സങ്കടം ഉണ്ട് അല്ലേ? ഇല്ലായിരുന്നെങ്കിൽ അപ്പം അത് പാർട്ടി അതുപോലെ പരിഗണിക്കാത്തുള്ള വശമാണ് നമുക്കുള്ളത്. അതെ അതെ. പാർട്ടിയോനെ ആ, പാർട്ടി ഓനെ ജീവിച്ചിരിക്കുമ്പോഴും പരിഗണിച്ചില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? മരിച്ചിട്ട് പരിഗണിക്കുന്നില്ല, അത് ശരി. ജീവിച്ചിരിക്കുമ്പോഴും പരിഗണിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവും. ജീവിച്ചിരിക്കുമ്പോൾ ഓരോ ആവശ്യത്തിനോനെ കൊണ്ടു നടന്നിട്ടുണ്ട്. ആ, ആ. ചോന് കൊടുക്കേണ്ടതൊന്നും കൊടുത്തു. ഓനൊരു സുരക്ഷ കൊടുക്കണമായിരുന്നു. കൊടുക്കണ്ടായിരുന്നു. അതെ പാർട്ടിയാണ് അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് ഓൻ എത്തരുത്. അതെ അതെ. മരണത്തിലേക്ക് എത്തേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഓൻ പാർട്ടിയിലായതുകൊണ്ട് നമ്മളെ കബളത്തിൽ നിന്ന് കുറച്ച് വിട്ട് പാർട്ടി പറയുന്നത് കേൾക്കുന്നിടത്തേക്ക് എത്തി. ഉമ്മയും ബാപ്പയും പറയുന്നതിനേക്കാളും ഒരു പാർട്ടിക്കാരൻ അവന് വലുത്. നമ്മളങ്ങനെ പറയാൻ നിൽക്കലുമില്ല. അതെ അതെ അതെ. ഓൻ്റെ സ്വതന്ത്രമായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അല്ലേ? അപ്പം അങ്ങനെ പറയാൻ നിൽക്കലില്ല. പറയേണ്ടവൾ പറയും ചെയ്യും. അപ്പോൾ നാളെ അൽഫാദ് റഹ്മാനെ കൊന്ന സമയത്ത്, പിന്നെ കാഞ്ഞങ്ങാട് അൽഫാദ് റഹ്മാനെ കൊന്ന സമയത്ത് കാര്യം വന്ന് ഓൻ പ്രസംഗിച്ച് ആയത്തു ഹദീസൊക്കെ ഓതിയാട്ടവും പ്രസംഗിച്ച്. അപ്പോൾ ഈ എന്ത് ചോപ്പാണ് ഇപ്പോൾ പ്രശ്നം. അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ ബറാബിൻ ഹാസിബ് റളി അള്ളാഹുവിൻ്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പായിരുന്നു എന്ന് ബറാബിൻ ഹാസിബ് റളി അള്ളാഹു എന്ന് പറഞ്ഞ ആ സംഭവം അവൻ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ ആ പ്രസംഗം കേട്ടാണ്? അല്ലാതെ എൻ്റെ കോളേജിലെ മാനേജർ എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് അലങ്കോലപ്പെടുത്തി കിട്ടിയ ഇതാണ്. അള്ളാഹിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ചുവപ്പ് എന്നാണ് അതിലുള്ള എഡിറ്റ് ചെയ്ത് വന്നത്. ആ പ്രസംഗമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറയുക, അങ്ങനെ പറയരുത്. ഞാൻ അവന് വിട്ടുകൊടുത്ത്, പിന്നെ ഷറ മുസ്ലിമിൻ്റെയും ഒക്കെ ഇബാറത്തുകളൊക്കെ അവന് വിട്ടുകൊടുത്ത്, ഇബാർക്ക് വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂല് ചുവപ്പ് ധരിച്ചിരുന്നു എന്നേ പറയാൻ പറ്റൂ. ഇഷ്ടം ചുവപ്പാന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചുവപ്പിനെ വെറുക്കപ്പെടേണ്ട ഒരു സാധനമല്ല എന്നാണ് പറയാം. അപ്പോൾ ചുവപ്പ് പൊപ്പിച്ചതിനാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അതിനാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അതിലുള്ള എന്താണ്, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പായിരുന്നു എന്ന് പറയുന്നതായിട്ടാണ്. പക്ഷെ പറഞ്ഞ അങ്ങനെയല്ല. റസൂൽ ധരിച്ച വസ്ത്രങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പായിരുന്നു എന്നാ ബറാബിൻ ഹാസിബ് പറഞ്ഞേ. അതാണ് എൻ്റെ സംഗതി. അപ്പോൾ ഇത് ഓൻ വിട്ടപ്പം ഓ ഈ ഹദീസ് എനിക്ക് കിട്ടുന്നു.
അത് ശരി അത് ശരി. ഇത്. ആ ആ. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയ സത്യം. അത് ശരി. അപ്പോൾ അത് അയങ്കൊലപ്പെടുത്തി വിട്ടതാണ്. അതെ അതെ അതെ. അപ്പോൾ ഓനായിരുന്നു ശരിയായാലും. ആ അതിൽ ഓനേഷും ശരി. അത് ശരി. ബറാബിന് ഹാസിമി ഞാൻ കൊടുത്തു. നിങ്ങൾ അപ്പം തന്നെ അതിനെ എതിർത്ത് പറഞ്ഞു. ആ അപ്പം തന്നെ എതിർത്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് ശരിയല്ല. ഞാൻ അപ്പം തന്നെ എതിർത്ത് ഈ ഭാരത്തുകളൊക്കെ വിട്ടുകൊടുത്തു. ഈ ഭാരത്ത് വായിച്ച് അർത്ഥം വെക്കാനും കിട്ടുമല്ലോ. അതെ അതെ. അതുകൊണ്ട് ഈ ഭാരത്തുകളൊക്കെ ഓനെ വിട്ടുകൊടുത്തു. ഷറ മുസ്ലിമിൻ്റെ ഈ ഭാരത്തോനെ വിട്ടുകൊടുത്തു. എല്ലാ ഈ ഭാരത്തുകളും വിട്ടുകൊടുത്തു. അപ്പോഴാണ് ഈ അതീ തോന്നിക്കേണ്ടി വിട്ടുതരുന്നത്. അത് ശരി അത് ശരി. അപ്പോൾ അവൻ്റെ പ്രസംഗത്തിൻ്റെ ഒറിജിനൽ ഓൻ വിട്ടുതരുന്നത്. ഒറിജിനൽ വിട്ടുതരുന്നത് അപ്പോൾ അതിലൊരു പ്രശ്നമില്ല. അത് ശരി അത് ശരി. അത് ഈ ലീഗാരന്ന് പ്രചരിപ്പിച്ചാണ്. അത് ശരി അത് ശരി. എന്നിട്ട് ഇപ്പോൾ ഇപ്പം ഈ കുടുംബത്തിൽ ഇവൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിന്? ഇപ്പം ഞാനൊക്കെ അതിനെ സമയത്ത് അങ്ങനെയൊക്കെ ചില പ്രശ്നം ഉണ്ടായിന്. കല്യാണം മുടക്കുക, കുടുംബത്തിൽ നിങ്ങളൊക്കെ ലീഗുകാരാണല്ലോ, അപ്പോൾ അങ്ങനെ അഞ്ചന്മാരോ ഇല്ല അങ്ങനെ ഉണ്ടായില്ല. നമ്മൾ അനുഭവിച്ചില്ല. കല്യാണം മുടക്കേണ്ട ഒരു കാരണം ഉണ്ടായില്ല. അതിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. അല്ല എന്തെങ്കിലും ആരും പറഞ്ഞിട്ടുമില്ലേ എത്ര ഓനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ്? അത് പറയുന്നുണ്ട്. ആരാ ചോദിച്ചത്? ഇപ്പോൾ പിന്നെ നമ്മളെ ആളെ പറയണോ, വേദി മൂജലൊക്കെ ചോദിച്ചിനി എന്ത് 40 പെട്ടില്ലേ? 40 ഷാവറങ്ങി 40 അത് ശരി. എന്തൊക്കെ 40 ഷാവറല്ലേ, അവൻ 40 പെട്ടൂലേ? ഓ അത് ശരി. പിന്നെ എൻ്റെ കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ സാധാരണ ഒരു ഉപദേശം. കുടുംബത്തിലൊന്നും ആരും ഇല്ലല്ല, കുടുംബക്കാരൊക്കെ മാർക്കിച്ചാരല്ലേ? എല്ലാവരും മാർക്കിച്ചാ. ഞങ്ങൾ അല്ലാന്നുള്ളൂ, ഞങ്ങൾ ഈ ഇതല്ലാത്ത എല്ലാവരും മാർക്കിസ്റ്റുകാരാണ്. മാർക്കിസ്റ്റുകാരൻ അങ്ങനല്ല, AP മാർക്കിസ്റ്റ്. എല്ലാവരും മാർക്കിസ്റ്റിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം അബുവിൻ്റെ ഈ മരണത്തിന് ശേഷം ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞോ, ഓനെ പാർട്ടിയിൽ വിട്ടതുകൊണ്ടല്ല ഈ അവസ്ഥ, അങ്ങനെ ആരെങ്കിലും പറയാം? അങ്ങനെ ഒരു സൂചന? അത് ഇവിടുന്ന് ആരും, നമ്മളെ മലപ്പുറത്തുനിന്ന് ആരും പറഞ്ഞില്ല. മലപ്പുറം ജില്ലക്കാരും പറഞ്ഞില്ല. പക്ഷെ ഓനോട് അത്യധികം വെറുപ്പുള്ള ഉണ്ട് ചില ഭാഗങ്ങൾ. അതിൻ്റെ പേരിൽ എനിക്ക് വരെ പ്രശ്നമുണ്ട്. ഓൻ പാർട്ടി ആയതിൻ്റെ പേരിൽ എനിക്ക് വരെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം, വടകര താലൂക്ക് നാദാപുരം ഭാഗത്തൊക്കെ മാർക്കിസ്റ്റിൽ പോകുക എന്ന് പറഞ്ഞ ഒരു സബുൽ മൂപ്പിക്കാത്താണ്. അതെ അതെ അതെ. കമ്മ്യൂണിസ്റ്റ് ആകാരനാല് അതുപോലേക്ക് കേൾക്കാനേ കഴിയില്ല. അവിടുത്തെ AP-ക്കാരടക്കം ലീഗാ. അത് ശരി. വൻഭാവങ്ങളിലൊന്നാ. അവിടുത്തെ AP-ക്കാരടക്കം എന്താണ്? ലീഗാണ്. കാരണം മാർക്കിസ്റ്റുകാർ ജയിച്ച പലപ്പോഴും പല സമയത്തും അവിടെ പള്ളിയിൽ കയറിയിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുക, മുസാബ് പിടിച്ച് കയറുക, കത്തിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ആ ഭാഗങ്ങളിൽ. അപ്പം ആ നിലക്ക് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് വലിയ പ്രയാസമാണ്. ഇപ്പം എൻ്റെ മോനായി പോയി എന്നുള്ള ഒരു ഭയങ്കര പ്രയാസമുണ്ട്. നേരത്തെ ഉണ്ട്. നിങ്ങളോട് പറയലുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ ഇല്ലാതെയായിട്ടുണ്ട്. അതെന്താ സംഭവം? അതൊന്ന് വിശദീകരിച്ച് പറയും കേൾക്കട്ടെ. അപ്പോൾ ഉദാഹരണം, എൻ്റെ മോളെ കല്യാണം നടന്നു. മോളെ കല്യാണം നടത്തിട്ട് 6 കൊല്ലം ഞാൻ നിന്നൊരു മഹലിൽ നിന്ന് ഒറ്റ കുട്ടി കല്യാണത്തിന് വന്നില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ 6 കൊല്ലം ഞാൻ ഓരോ മഹലിൽ ഓരോ മുദരിസായിട്ട് നിന്ന്. ഏത് സൈഡായിരുന്നു? നാദാപുരം, ആധാരം കല്ലാച്ചി ഭാഗത്ത്. ശരി. ഒരു എന്നാൽ ആ ഭാഗത്ത് തന്നെ അപ്പുറത്ത് മഹില്ലാർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നവരുണ്ട്. ഞാൻ നിന്നൊരു മഹൽ തന്നെയാണ്. ഒരാളും വന്നില്ല. ഇല്ല, ഈ ഇവിടുന്ന് ഒരാളും വന്നില്ല. ഓലൊന്നും അതിന് അന്ന് സഹകരിച്ചില്ല. പിന്നെ രാത്രി കല്യാണം കഴിഞ്ഞിട്ട് രാത്രി 4 ആൾ വന്നിട്ട് കുറച്ച് പൈസയും കൊണ്ടിട്ട് വന്ന്, ചെറിയ പൈസ വന്ന്. അപ്പോൾ ഓല് എന്താ വരാണ്ടുന്നത്? ഇവന് കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പേരിൽ. അപ്പുറത്തൊരു മഹലിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായിണല്ലോ. അതുകൊണ്ട് അങ്ങനെ നഷ്ടമുണ്ട്. അപ്പുറത്തൊരു മഹലൊക്കെ തരണം ചെയ്തുകൊണ്ട് വന്ന് ലക്ഷങ്ങൾ തന്നിട്ടുണ്ട്. ആ മഹലിൽ നിന്നിട്ടുണ്ട്. ആ മഹലിൽ നിന്നിട്ടുണ്ട്. 6 കൊല്ലം നിന്ന മഹല്ലേര് അവിടെ AP-ക്കാരൊന്നുമില്ലേ? നമ്മളെ സംസ്ഥാനക്കാരെ മുഴുവൻ. അത് ശരി. സംസ്ഥാനക്കാരായതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. അല്ല അതല്ല, ഓലൊക്കെ സംസ്ഥാനക്കാരാണ്. ഓലൊക്കെ സംസ്ഥാനക്കാരാണെങ്കിലും അവിടെ എന്താ ലീഗാണ്. ലീഗിനേക്കാൾ വലുതല്ല ഒരു സംഘടന. അതാണ്. അപ്പൊ ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് ഓലെന്തായില്ല അന്ന് മോളെ കല്യാണത്തിന് എനിക്ക് പണ്ട് വന്നില്ല. പാലത്തിങ്ങന്ന് ഓർഡർ ചോദിച്ചാൽ കിട്ടൂലേ? അങ്ങനത്തെ ഒരു കാലം നമ്മളെ നാട്ടിലുണ്ട്. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ലേ? അങ്ങനൊന്നുമില്ല. നമ്മളെ മലപ്പുറത്ത് ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. അവിടെ അങ്ങനെ ഒരു വിഷയം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ 3-4 കൊല്ലം മുമ്പാണ് അങ്ങനെ വിഷയം. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പുറത്തെ ആയാലും ഞാൻ ഉണ്ട്. കാരണം ഇവിടെ ഞാൻ മുദരീസാണ്. എന്നാൽ രാവിലെ അവിടെ ഒരു മദ്രസയുണ്ട്. അപ്പോൾ അവിടുന്ന് ഓലൊക്കെ വന്നിട്ടുണ്ട്. ഓൽക്ക് ഈ ലീഗ് പ്രശ്നമില്ല. ലീഗൊക്കെ ഓലിന് കടുത്ത ലീഗാരൻ്റെ ഓർക്ക് എതിർപ്പുണ്ട്. ഓർക്ക് എതിർപ്പുണ്ടായിട്ട് പോലും വന്നിട്ട് ഇവനെ ചോദ്യം ചെയ്ത് വന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ല പിന്നെ
ഇപ്പം നമ്മളെ പാർട്ടിനെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട്, ലീഗിനെ വല്ലാതെ കുറ്റം പറഞ്ഞ കേട്ടിട്ട് ഒരു തമാശയല്ലേ? തമാശേരി അങ്ങനെ പക്ഷെ നിങ്ങളെ മഹല്ലുകാർ 6 കൊല്ലം നിങ്ങളോട് മാനസിക ബന്ധം ഉണ്ടായിട്ടും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ആവശ്യം നമ്മളെ ആരും സഹായിച്ചില്ല. നമ്മളെ കല്യാണത്തിന് പോലും വന്നില്ല. വന്നൂല. 4 വന്നില്ല, സഹായിച്ചില്ല. 4 കുട്ടികൾ വന്നീനി, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച കുട്ടികൾ 4 വന്നീനി. അപ്പൊ അങ്ങനെ ഒരു ഉരുവിലക്ക് പോലെ തന്നെയാണല്ലോ പോയി അല്ലേ? അതെ, അങ്ങനെ ഒരു സംഭവം അവിടെ ആ ഭാഗത്തുണ്ട്. ഇവിടെ അങ്ങനെ ഈ വിഷയമൊന്നുമില്ല. ഇല്ല. പിന്നെ ഇപ്പൊ കാസർഗോഡല്ല നിങ്ങൾ? അവിടെയൊക്കെ ഇപ്പൊ എന്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറയാം? ആരും ഒന്നും സംസാരിക്കൊന്നും ചെയ്തില്ല. കാസർഗോഡ് എവിടെ ഇപ്പൊ? കാസർഗോഡ് പൈവളികെ. അവിടെയൊക്കെ ഇപ്പൊ ഈ മരണം അറിഞ്ഞാണോ? എല്ലാവരും അറിയും. എല്ലാവരും മയ്യത്തേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട്. കോളേജിൻ്റെ പേരിൽ തന്നെ പോസ്റ്റർ വിട്ട് മയ്യത്തൊക്കെ എല്ലാവരും നിസ്കരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കർണാടകയിലും കാസർഗോഡും കർണാടകയിലൊക്കെ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മൂല്യന്മാരും തങ്ങന്മാരൊക്കെ വരികയും വീട്ടിൽ പലപ്പോഴും വരികയും ഒക്കെ മയ്യത്ത് നിസ്കാരം മറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ മരണം ഓനെ ഹൈറാണ്. ഓൻ്റെ മരണം ഹൈറാണ്. ആ നിലക്കന്നെയാണ്. നിങ്ങളെ ഒരു വിഷമം എന്താ വെച്ചാൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയണത് അല്ലേ? അത് ആത്മഹത്യ ഇല്ലാതെ എന്ന് പറയണേ അല്ലേ? ഓ മരിച്ചു എന്ന് പറഞ്ഞോട്ടെ. ഇനി എൻ്റെ ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിന്റെ കാരണം എന്താണെന്ന് പറയണ്ടേ അല്ലേ? ആത്മഹത്യ ആയിക്കോട്ടെ. ആത്മഹത്യ ഒരാൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ പുറത്തു പോകുന്നില്ല. ഒരാൾ ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല എന്നുള്ള ഇജ്മാണ്. ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇസ്ലാം പുറത്തു പോകില്ല. തെറ്റുണ്ട്, ചെയ്ത തെറ്റാണ്. ആ തെറ്റിന് ശിക്ഷ വാങ്ങേണ്ടി വരും. അള്ള പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. ശിർക്കല്ലാത്ത എല്ലാ തെറ്റും അള്ള പൊറുക്കും. ശിർക്ക് മാത്രമേ അള്ള പൊറുക്കാത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? അള്ള പൊറുക്കും. അപ്പൊ അള്ള പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തിനും ശിക്ഷ വാങ്ങണല്ലോ. എന്ത് തെറ്റിനും പഠിച്ചവൻ പുറത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷ വാങ്ങണം. ആ നിലക്കുള്ള ഒരു ശിക്ഷക്കാർ മാത്രമാണ് എന്നാലും ഒരു രക്ഷിതാവ് എന്നുള്ള നിങ്ങൾക്ക് അറിയണല്ലോ അല്ലേ? അപ്പൊ അത് എന്താ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ശരിയായ കാരണം ഇന്നതാണെന്ന് പറയണം. അത് ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. ഭാര്യനെ ചോദ്യം ചെയ്യട്ടെ. എല്ലാവരും ചോദ്യം ചെയ്യട്ടെ. അല്ല, ഞാൻ പ്രശ്നമായിരുന്നെങ്കിൽ എന്നെ ചോദ്യം ചെയ്യട്ടെ. അതിന്റെ യാഥാർത്ഥ്യം ഇപ്പാന്നുള്ളവർക്ക് നിങ്ങൾക്ക് അറിയണം. അതുവരെ നിങ്ങൾ പോരാടും. അത് വിട്ടുവീഴ്ച അല്ലാതെ ഞാൻ ഭരണം മാറിയാലും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഈ ഭരണത്തിലാണ് അവസാനിപ്പിക്കുന്നില്ല. ഞാൻ അതിൻ്റെ അവസാന അന്ത്യം വരെ ഞാൻ പോകും. അത് ആരെ എതിർത്താലും ഇനി പ്രധാനമന്ത്രിൻ്റെ ആണ്ട കൊടുക്കേണ്ട വെച്ചാൽ അങ്ങോട്ടും ഞാൻ കൊടുക്കും അല്ലേ? അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾ അബുവിൻ്റെ മരണം ദുരൂഹമാണ് എന്ന് പറയണേ. അതിൽ പാർട്ടി വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് അവരുടെയൊക്കെ സഹായം ആവശ്യമുണ്ട് അല്ലേ? എല്ലാവരും സഹായിക്കേണ്ട ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അബു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തു കൊടുക്കട്ടെ അല്ലേ? എന്നാലും ഓൻ്റെ മരണത്തിലെ ഒരു കാരണം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. എന്തായാലും ഇതിൽ അബുവിന് നീതി കിട്ടട്ടെ. നീതി കിട്ടണം. അതുവരെ നിങ്ങളെ പോരാട്ടത്തിന് ഞങ്ങളുടെ പിന്തുണ എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആലോചിക്കാം. ഒരു ആക്ഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു നോക്കി. ആർക്കും താല്പര്യമല്ല. ഇപ്പൊ ഓൾറെഡി ഇത് ആത്മഹത്യയാണെന്നുള്ളൊരു ഉറപ്പിൽ എല്ലാവരും എത്തിക്കണം. അതാണ് അത് ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. ഫസ്റ്റ് ആ പ്രചരിപ്പിച്ച ആളെയാണ് ആദ്യം പിടിക്കേണ്ടത്. എവിടുന്ന് വന്നു ഫസ്റ്റ് തന്നെ അവൻ്റെ പിറ്റി ഞാൻ പേപ്പർ കണ്ടില്ല. മാതൃഭൂമിയിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് വന്നത്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ട് ഇതുവരെ കണ്ടില്ല. ആ പേപ്പർ കിട്ടാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ഈ താല്പര്യം അവിടെയാണ് ഇപ്പോൾ ആത്മഹത്യയാണെന്നും പിന്നെ എന്തോ എൻട്രി ആപ്പെന്ന് ലോൺ എടുത്തു പൈസ എടുത്തു എന്നും ഒരു ഭീഷണിപ്പെടുത്തി ലഗ്ന ഓട്ടം പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ അതിലുള്ളത്. അതിനൊന്നും വഴങ്ങുന്ന ഒരാളല്ല അവൻ. അങ്ങനെ ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ഒരാളല്ല അവൻ. അങ്ങനെ ആപ്പ് എടുത്തില്ലെങ്കിൽ തന്നെ എന്തില്ല അടക്കം ചെയ്തില്ലേ? പിന്നെ ഭീഷണിക്ക് സ്ഥാനമല്ലോ. അപ്പോൾ ഈ ഭീഷണികളൊക്കെ ആരുണ്ടാക്കി? അല്ല, ഞാൻ ചോദിക്കണത് ഇപ്പം ഇങ്ങനെയൊക്കെ ആയാലോ ഓൻ്റെ ഫോൺ തുറന്നാൽ അതൊക്കെ കിട്ടൂലേ? ഓൻ്റെ ഫോൺ തുറന്നാൽ അതൊക്കെ കിട്ടും. ഫോൺ എന്തുകൊണ്ട് തുറക്കാത്ത? ഇനി ഓൻ്റെ ഭാര്യൻ്റെ ഫോൺ പരിശോധിച്ചാൽ കിട്ടൂലേ? ഭാര്യൻ്റെ ഫോൺ എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല? ഓല കമ്മ്യൂണിക്കേഷനിൽ കിട്ടുമല്ലോ അല്ലേ? പോലീസ് പോയി അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. ഞാൻ ഇപ്പം വാങ്ങിയിട്ട് ഇപ്പം വേറെ തോണ്ട് വാങ്ങിയിട്ട് ഞാൻ നിൽക്കുന്നില്ല. പോലീസ് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിയായി എനിക്ക് അറിയും ചെയ്യും. അതിന് ആളും എൻ്റെ അടുത്തുണ്ട്, പിടിക്കാനും എനിക്ക് കഴിയും. പക്ഷെ കഴിഞ്ഞാലും ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ അധികാരത്തിൽപ്പെട്ട അതുപോലെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓളെ ഫോൺ ഇതിനെ പരിശോധിച്ചില്ല. ഓളത് വാങ്ങണ്ട, ബെൻ്റെ ഉണ്ടല്ലോ ഇവൻ്റെ ഫോണ് തുറക്കണ്ടേ? ഇവൻ്റെ ഫോൺ 4 മാസമായി. പിന്നെ 4 മാസം കഴിഞ്ഞു.
അത് ശരി 4 മാസം 10 ദിവസം അപ്പോൾ അവളെ യുദ്ധൻ്റെ കാലം. റമദാൻ 27 അവളെ യുദ്ധം കഴിഞ്ഞു. അത് ശരി അപ്പോൾ ഇതിലാണിപ്പോൾ അവള് യുദ്ധയിലാണ്. അപ്പോൾ അവളെ യുദ്ധൻ്റെ കാലം ആ സമയത്ത് കഴിയും. അപ്പോൾ ഇത്രയും ടൈമായിപ്പോൾ ഈ ടൈമിൻ്റെ ഇടയിൽ അതൊന്നും തുറക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് അതിൻ്റെ ലോക്ക് തുറക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയണേ. ലോക്ക് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് പാറ്റായതുകൊണ്ട് പാറ്റയാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മളത് നമ്പറല്ലേ, അവൻ്റെ നമ്പറാണ് സാധാരണ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് എങ്ങനെ പാറ്റായി? അത് നമുക്ക് സംശയം ഉണ്ടാവും, ഇവരെ ആരോ ചെയ്താന്നുള്ള ഡൗട്ട് ഉണ്ട്. സാധാരണ നമ്പറാ വെക്കല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇത് കൂട്ടി വായിക്കുമ്പോൾ ആകെ ദുരൂഹമാണ്. ഒരുപാട് ദുരൂഹത ഉണ്ട്. ആ ദുരൂഹതകളൊക്കെ നീക്കി കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ശാന്തി, അബുവിന് ഒരു മാന്യമായ അല്ലേ ഒരു ബറിയൽ, മാന്യമായ ഒരു ബർസഖിയായ ജീവിതം അല്ലേ നമ്മൾ പറയണത് കൊടുക്കണം എന്നാണ് ഒരു പിതാവ് എന്നുള്ളവർക്ക് നിങ്ങൾ ആവശ്യം അല്ലേ. അതങ്ങനെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാം. ഇനി ഒരു ചോദ്യമുള്ള, അപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് പ്രാഥമിക റിപ്പോർട്ടാണ് തന്നത്. പിന്നെ അതിൻ്റെ ശേഷമുള്ള റിപ്പോർട്ട് തന്നില്ല. ഈ ഫോറൻസിക്കും മറ്റേ എന്തോ അങ്ങോട്ട് അയച്ചെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ ലാവ അത് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ 6 മാസം കഴിയുമെന്നാ പറയുന്നത്. അതെന്താ ഇത്ര താമസം? ഇത്ര താമസം? അവൻ പാർട്ടിൻ്റെ വലിയൊരാളായിട്ട് ഈ പാർട്ടി എന്താണ് പെട്ടെന്ന് ചെയ്യിപ്പിക്കാത്തത്? ആർക്കും എന്താ താല്പര്യമില്ലാത്തത്? അങ്ങനെ ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു സംഗതി നമ്മളെ നാട്ടുകാർക്ക് തന്നെ ഓനെ തിരിഞ്ഞത് ഓൻ മരിച്ചിട്ടാ. അത് ശരി. നമ്മളെ നാട്ടുകാർക്ക് തന്നെ ഓൻ ആരാണെന്ന് തിരിഞ്ഞത് ഓൻ മരിച്ചിട്ടാ തിരിഞ്ഞ്. അതിൻ്റെ മുമ്പ് നമ്മളെ നാട്ടുകാർക്ക് തന്നെ ഓനെ മനസ്സിലുണ്ടാവില്ല. അല്ല അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കിയവരുണ്ടാവും. അവൻ്റെ സാധ്യത മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും. പക്ഷെ മരിച്ചപ്പോഴുള്ള ആൾക്കൂട്ടാണ്. അതെ, ഓർക്ക് ആൾക്കാർക്ക് തന്നെ അവിടെ മനസ്സിലായത് പോലെ. അപ്പോൾ അത്രയും നേതാക്കന്മാരായിട്ടും വലിയ ബന്ധമുണ്ട് എല്ലാവരുമായിട്ടും. ഇന്നൊരൊന്നും പറയാൻ കഴിയില്ല. എല്ലാ നേതാക്കന്മാരുമായിട്ടും പോലെ അടുത്ത ബന്ധമുണ്ട് പാർട്ടിൻ്റെ. ഇപ്പം നാളെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ പിന്നെ നമ്മളെ ജലീൽ മൂപ്പരെ മരിക്കുന്ന സമയത്ത് ജലീലിന് വേണ്ടി പ്രസംഗിക്കാൻ പോയതാ തവനൂർക്കോൻ. അപ്പോൾ ജലീൽക്കാരൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയി. കാണാൻ അവസരമില്ല, കാണാൻ കഴിയുന്നില്ല. അവസാനം ഇവൻ അവിടെ ഉണ്ട്. അബു വിളിച്ചില്ല, അബുവിനെ വിളിച്ചിട്ട് അബു പിന്നെ ജലീൽക്കാരനെ വിളിച്ചു. എന്നിട്ട് അവിടെ കാത്തിക്കിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ലിയെന്ന്. അപ്പം നിങ്ങളൊന്നും അങ്ങോട്ട് ചെല്ലിയെന്ന് പറയാൻ മാത്രമേ ആൻറ്റോൻ ഉണ്ടല്ലോ. അല്ല ജലീൽക്ക പറയണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോളിന്ന് ഇവരോടല്ലേ പറയണ്ടേ. അത്ര നല്ല ബന്ധമായിരുന്നു. അല്ല ബന്ധമുണ്ട്, ആ ബന്ധം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ നേതാക്കന്മാരേറ്റവും പാർട്ടിൻ്റെ എല്ലാ ആൾക്കാരേറ്റവും നല്ല ബന്ധമുണ്ട്. വിമർശിക്കേണ്ടിടത്തും വിമർശിക്കുന്നുണ്ട്. ഓൻ നിലപാട് പറയുന്ന ആളാണ്. നിലപാട് പറയുന്ന ആളാണ്. അത് പാർട്ടിനെ ആണെങ്കിലും വിമർശിക്കും. പറയാനുള്ളത് പറയും. അത് പാർട്ടിക്ക് അതുകൊണ്ട് ചിലപ്പോൾ പാർട്ടിക്കകത്തും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതെല്ലാം അറിയില്ലല്ലോ. അതൊന്നും അറിയില്ല. നമ്മൾ ആ രംഗത്തൊന്നും പോകുന്നില്ല. ആരൊക്കെ ശത്രുക്കൾ, ആരൊക്കെ എല്ലാത്തൊന്നും അറിയില്ല. ഒരു രക്ഷിതാവ് എന്ന രീതിയിലുള്ള നിങ്ങളുടെ ആശങ്കകളാണ്. അതാ ഞാൻ പറഞ്ഞോക്കെ, ഇന്ന ആള് ചെയ്തു എന്നോ ഇന്ന പാർട്ടി ചെയ്തു എന്നോ അതൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ പോലീസ് കണ്ടെത്തണം. പോലീസ് കണ്ടെത്തണം. ആര് ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തണം. ചെയ്തു തന്നെയാണെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ ആത്മഹത്യ ചെയ്തു, അത് കൊലപാതകമാണ് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. ഞാൻ കൊലപാതകം തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. എനിക്ക് ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു സംശയവും ഇല്ല. അതിൻ്റെ ഒരു സാഹചര്യവും ഇല്ല. സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഉറപ്പ്. അപ്പോൾ ആര് ചെയ്തു, എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. അതൊക്കെ പോലീസ് കണ്ടെത്തണം. അത് കണ്ടെത്താൻ പോലീസ് എന്താണ് വൈകിക്കണേ? പാർട്ടി എന്താ പാർട്ടി എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ഒരു ആശങ്ക നിങ്ങൾ മുന്നോട്ട് വെക്കാം. ഇൻഷാല്ലാ അതിൻ്റെ നമുക്ക് ഈ കമ്മിറ്റി ഉണ്ടാക്കാം. നമുക്ക് തന്നെ മുൻകൈ എടുക്കാം. ഇൻഷാല്ലാ ബാക്കി ഈ പോരാട്ടങ്ങൾ തുടരണം. പോരാട്ടം തുടരും. എന്തും തിരിയണം. രണ്ടാലും തിരിയണം. അതിന് ഒരു കൊല നിയമത്തിന് മുമ്പ് കൊണ്ടുവരാണ്ട് കൊല കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താന്ന് മനസ്സിലാവണം. നമുക്കത് മനസ്സിലാവണം. മനസ്സിലായതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങളെ പിന്നല്ലേ പറയാം. ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. കണ്ടമാനം കോടികളുടെ നഷ്ടം നമുക്ക് ഇതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. നമുക്കൊരു നമ്മളെ വയസ്സായ സമയത്ത് വയസ്സ് 65 ഈ സമയത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട ഒരാള് കംപ്ലീറ്റ്ലി പെട്ടെന്ന് പോവാണ്. അതെ അതും ഈ അവസാന ഘട്ടത്തിൽ എല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്ന സാഹചര്യം എല്ലാം കഴിഞ്ഞ് ഈ മാർച്ചോട് കൂടെ എല്ലാം റെഡിയായി. ഈ മാർച്ച് സനതെടുക്കേണ്ട അപ്പോൾ ഈ ടൈമിലെല്ലാം എൻ്റെ ഒക്കെ റെഡിയായി. ഈ ടൈമിലാണ് ഇപ്പോൾ ഈ സംഭവിക്കണേ. അവസാന നിമിഷം വെച്ച് ഒരിക്കലും അത് സംഭവിക്കൂല. അവനങ്ങനെ ചെയ്യൂല. പെട്ടെന്നുള്ളൊരു നിമിഷമാണ്. ഒരു നിമിഷത്തെ
ചിന്തയാണെന്നൊക്കെ ആലോചനയെന്നൊക്കെ പറയണമൊക്കെ ശരി തന്നെ. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധ്യതയില്ല. ഇൻഷാ അല്ലാ. അങ്ങനത്തെ ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു ആത്മഹത്യ ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിലുമില്ല. അതെ 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 അങ്ങനെ ഒരു ടെൻഡൻസി ഒന്നും അല്ലേ? ഞങ്ങൾ ആ ചരിത്രം അങ്ങനെ ചരിത്രം ഇല്ല. ഇല്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ഇവിടെ ഉള്ളവരാ. അതെ 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 പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്ന് പോടിയോലും അല്ല. അതെ 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 നിങ്ങൾക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ പറയാൻ? ആണ്ട് പറയാണ്ട് എന്താണ്? അങ്ങനെ ചരിത്രം പറയാണ്ട് ആ. ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലാണ്. അത് ശരി. അത് നിങ്ങൾക്ക് ആ സനതുണ്ടോ? ആക്കണ്ട്, ഏ? അതൊക്കെ ഉണ്ട്. അതിപ്പോഴും പറയില്ല വേറെ കാര്യം. അതെ അതെ അങ്ങനെ സദഖത്തുല്ലാഹിൽ കാഹിരി ആ. റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പരമ്പരയിൽ കൂടെയാണ് ഇവിടെ ഞങ്ങൾ ഈ വട്ടോളി കുടുംബം അത് ശരി അത് ശരി. മൊത്തം. നിങ്ങൾ ഈ അതിൽ പല ഇതുണ്ട്, MCകളുണ്ട്, സീറ്റുകളുണ്ട്, വട്ടോളി ആ പേരിലെ നിലക്കുന്നവരുണ്ട്. വട്ടോളി ഈ കടുങ്ങല്ലൂർ വട്ടോളിയൊക്കെ നിങ്ങൾ കുടുംബം? ആ അത് ശരി. കടങ്ങല്ലൂർ വട്ടോളി നമ്മളെ സീറ്റുകൾ ആ അത് ശരി. ഒക്കെ ഈ വട്ടാ. അത് ശരി അത് ശരി. അപ്പോൾ നിങ്ങൾ സിദ്ദീഖികളാണ്. ആ അല്ലാതെ. ആ അതെ അതെ അപ്പോൾ ആ നിലക്ക് ഞങ്ങളെ അറിവിൽ നമ്മളെ കുടുംബക്കാരെ കുറിച്ചിട്ട് അറിയുന്ന ആ അറിവിലൊന്നും ഒരു ആത്മഹത്യ ചെയ്തോല് ഇല്ല. ഇല്ല. അത് ആ സ്വന്തം കാര്യത്തിലെത്തുമ്പോൾ നല്ല ആത്മധൈര്യവും അതെ സംഗതിയൊക്കെ ഉള്ളവരാണ് ഞങ്ങളുടെ കുടുംബം മൊത്തം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം. അതെ അനുഭവം അങ്ങനെയാണ്, വിശ്വാസമല്ല, അനുഭവം അങ്ങനെയാണ്. ഇപ്പം ഈ അബു ഇങ്ങനെ പോയിട്ട് നിങ്ങൾ ഒലയാതെ നിൽക്കുന്നത് നിങ്ങളെ ഈ ആത്മധൈര്യമാണ്. ആത്മധൈര്യം തന്നെയാണ്. എന്നുവെച്ചാൽ അബുവിൻ്റെ കാര്യം നമുക്ക് തിരിയണം. അതെ അതെ ആ നിലക്കുള്ളൊരു വർത്തമാനം അതെ മാത്രമേ ഈ ഇപ്പം ഈ പറയുന്നത്. പറയണത്. അതെ അതെ അത്രേ ഉള്ളൂ. വേറൊരു ലക്ഷ്യമില്ല. ഇല്ല. വേറെ ഇപ്പം ഒന്നുമില്ലല്ലോ. സംഗതി നമുക്ക്. എന്താണെന്ന് അതെ, അതെ, തിരിയണം. അതെ, അതെ. അബുവിൻ്റെ മരണത്തോടെങ്കിലും നമുക്ക് നീതി പുലർത്താൻ കഴിയണം അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ അതിനുള്ള പോരാട്ടം നമ്മൾ തുടരുക. ഇൻഷാ അല്ലാ. നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ. ബാക്കി നമ്മൾ നോക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.